ഹൃദയാലി ഉപവാസ പ്രാർത്ഥനയുടെ 17ാമത്തെ രാത്രിയിൽ എന്നെ മീറ്റിങ്ങിലേക്ക് ക്ഷണിച്ചതിൽ ഞാൻ പ്രിയ കുടുംബത്തോടും ഈ കൂട്ടായ്മയോടുമുള്ള നന്ദിയെ ഞാൻ അവസരത്തിൽ അറിയിക്കുകയാണ്. അതുപോലെ തന്നെ ആത്മീയ ആരാധനകൾക്ക് നേതൃത്വം നൽകിയ കുടുംബത്തെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. എനിക്ക് ആ പേര് ഭയങ്കര ഇഷ്ടപ്പെട്ടു, ഗോഡ്സ് ഓൺ ഫാമിലി. അമേൻ. ദൈവത്തിൻ്റെ സ്വന്തം കുടുംബം. അമേൻ. അച്ഛാൻ എനിക്ക് ആ പേരങ്ങ് ഇഷ്ടപ്പെട്ടു. അച്ഛനെ ഞാൻ പിന്നെ കണ്ടില്ല, അച്ഛൻ ഇവിടെ ഉണ്ടെന്ന് വിശ്വസിക്കുക. അമ്മ എനിക്ക് ആ പേര് ഇഷ്ടപ്പെട്ടു. കുഞ്ഞുങ്ങളാണോ കൂടെ പാടുന്നേ? മോളും മോനും? ഓക്കെ. കീബോർഡ് വായിക്കുന്നത്, മോനാ കീബോർഡ് വായിക്കുന്നത്. മോൻ കീബോർഡ് വായിക്കുന്നു. ഒത്തിരി സന്തോഷം. ഓക്കെ. തീർച്ചയായും ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഒത്തിരി ആത്മീയ കൂട്ടായ്മകളിൽ ഇനിയും നമുക്ക് ഒരുമിച്ച് നിൽക്കണം. ഇതുപോലെയുള്ള അനേക കൂട്ടായ്മകൾ ഒരുമിച്ച് നിൽക്കാൻ ദൈവം വീണ്ടും അവസരം ഒരുക്കട്ടെ. എനിക്ക് ഒത്തിരി സന്തോഷം. അച്ഛാ മീറ്റിംഗ് കഴിഞ്ഞ് ഓടിപ്പോയില്ലല്ലോ, സന്തോഷം. അതും ഒത്തിരി നല്ലൊരു കാര്യം. അച്ഛാ ഈ സാധാരണ മീറ്റിങ്ങിന് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ വർഷിപ്പ് ലീഡേഴ്സ് കുറേ പേരുണ്ട്. മീറ്റിംഗ് കഴിഞ്ഞ് ഉടനെ അങ്ങ് പോകും, പിന്നെ ആളെയും കാണത്തില്ല. പിന്നെ ആളിരുന്നെടുത്ത് പിന്നെ ആളുടെ പേര് പോയിട്ട് അങ്ങ് പോവുക. അമ്മേ സ്തോത്രം. അപ്പം മീറ്റിംഗ് തുടങ്ങിയപ്പം മുതൽ ഞാനിവിടെ ഉണ്ടായിരുന്നു. ഞാൻ നിങ്ങളുടെ ശുശ്രൂഷയിലെല്ലാം ഇങ്ങനെ വളരെ പ്രാർത്ഥിച്ചുകൊണ്ട് തന്നെ ഇരിക്കുകയായിരുന്നു. ഇന്ന് രാത്രി എത്ര വിശ്വസിക്കുന്നുണ്ട് ഉപവാസ പ്രാർത്ഥനയുടെ 17ാമത്തെ രാത്രി എന്നോട് ദൈവം സംസാരിക്കുമെന്ന്? അമ്മേ, ഞാൻ അമാനുഷിക വ്യക്തിയൊന്നുമല്ല. ദൈവം പറഞ്ഞ ശബ്ദത്തെ ഞാൻ പറയും. അങ്ങനെ ശുശ്രൂഷിക്കാൻ ആഗ്രഹിക്കുന്നൊരു വ്യക്തിയാണ്. അമ്മേ, ഇന്ന് രാത്രിയിൽ ഞാൻ അതുപോലെ തന്നെ പറയുക, കർത്താവേ, എന്താണോ പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രിയിൽ എന്നോട് പറയാൻ, ജനത്തോട് കൈമാറാൻ പറഞ്ഞത്, അത് പറയാനുള്ള കൃപ. പൗലോസ് പ്രാർത്ഥിക്കുന്ന പോലെ വാ തുറക്കുമ്പോൾ അമേൻ എന്താണോ പറയേണ്ടത് അത് മാത്രം പറയാൻ. അമേൻ. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാൻ കഴിയുന്നവരെല്ലാം പ്രാർത്ഥിക്കാൻ സാധിക്കുന്നവരെല്ലാം ആത്മാവിൽ നിന്ന് പ്രാർത്ഥിച്ചു തുടങ്ങിയാട്ടെ. ഉപവാസ പ്രാർത്ഥനയാണ്, 17ാമത്തെ രാത്രിയാണ്. ആത്മാവിൽ പ്രാർത്ഥിക്കാൻ അമേൻ കഴിയുന്നവരെല്ലാം ആത്മാവിൽ അല്പനിമിഷം അന്യഭാഷയെ പ്രാർത്ഥിച്ചു തുടങ്ങിയാട്ടെ. ആറാമാന ഹസ്യാന്തന പ്രമോനിയ ഷ്മാനിയാന്തര അന്യഭാഷയെ പ്രാർത്ഥിക്കാൻ കഴിയുന്നവരെല്ലാം അമേൻ. വീഡിയോ ഓണാക്കാൻ കഴിയുന്നവരെല്ലാം വീഡിയോ ഓണാക്കി ഒന്ന് ആത്മാവിൽ പ്രാർത്ഥിച്ചേ. അസാധാരണമായ അന്തരീക്ഷം ഇന്ന് രാത്രിയിൽ ചലിച്ചു തുടങ്ങട്ടെ. നിങ്ങളിരിക്കുന്ന റൂമുകളിൽ, നിങ്ങളിരിക്കുന്ന രാജ്യത്ത്, നിങ്ങളിരിക്കുന്ന പട്ടണങ്ങളിൽ ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടുവാൻ നിന്റെ ഒറ്റ സ്തോത്രത്തിന് കഴിയും. ആമേൻ. നിന്റെ ഒറ്റ പ്രാർത്ഥനയ്ക്ക് കഴിയും. ആമേൻ. സഭയുടെ ശ്രദ്ധയേറിയ പ്രാർത്ഥന. ആമേൻ. ദൂതൻ കാരാഗ്രഹത്തിൽ ഇറക്കി പത്രോസിനെ കൊണ്ടുവന്ന അനുഭവം നമ്മൾ വായിച്ചു കേട്ടിട്ടുണ്ട്. ആമേൻ. ഇന്ന് ആത്മാവിൽ നീ പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ ആമേൻ മൈലുകൾക്കപ്പുറം പ്രവർത്തിക്കേണ്ട കരം പ്രവർത്തിച്ചിരിക്കുക തന്നെ ചെയ്യും. അമേൻ. ഇന്ന് രാത്രിയിൽ ആത്മാവിൽ ഞാൻ ദൂത് പറയാം. നിന്റെ പ്രാർത്ഥന, നിന്റെ സ്തോത്രം, നിന്റെ ആത്മാവിൽ നീ പറയുന്ന ചില പദങ്ങൾ മൈലുകൾക്കപ്പുറം പ്രവർത്തിപ്പാൻ കഴിവുള്ളതാണ്. നിനക്ക് അങ്ങനെ വിശ്വാസമുണ്ടെങ്കിൽ ഹൃദയം തുറന്ന് ആത്മാവിൽ നിന്ന് പ്രാർത്ഥിച്ചു തുടങ്ങിയാട്ടെ. റമോനി ഹാസിയാം തര പ്രമോനിയ ഹഷ്മനാദി ലേഭ കഠൂരിബി ശ്മനാഭിയാന്തന. ചില അടിവേരുകളെ ഇളക്കുന്ന, ചില അടിസ്ഥാനങ്ങളെ ഇളക്കുന്ന അറമന ഹസി റിഖേ നിയാസിയാം ധന. ആമേൻ. എല്ലാ പ്രതിസന്ധികളെയും മാറ്റിമറിക്കുന്ന, ചില അടിസ്ഥാനങ്ങളെ കുലുക്കുന്ന സാധാരണമായ പ്രാർത്ഥന ഇന്ന് രാത്രിയിൽ ഇതിന്റെ അകത്ത് നിന്ന് ശക്തമായി ചലിക്കട്ടെ. മാനം ഭാരം ജാനം ഭാരം ഭാരം വൈരം മാനം ശമനം തേരം. കണ്ണുനീരിന്റെ ശീശനെ ബ്രേക്ക് ചെയ്ത് അവൻ ജയത്തോടെ ഇന്ന് ഈ രാത്രിയിൽ ജയത്തോടെ നീ കേറുന്ന രാത്രിയായി തീരട്ടെ. കഴിഞ്ഞ 11.5 മാസം നീ കരഞ്ഞതിന്റെ വിടുതൽ. നീ കഴിഞ്ഞ 11.5 മാസം നീ ആത്മാവിൽ പ്രാർത്ഥിച്ച ചില വിഷയങ്ങളുടെ നടുവിൽ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുത്താൻ ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. അവൻ 11.5 മാസം അയ്യോ തീർന്നുപോയി, 2025 കഴിഞ്ഞെന്ന് പറഞ്ഞെങ്കിൽ നോ, ഇനിയും ദിവസങ്ങൾ ബാക്കി നിൽക്കെ. ദൈവത്തിന് പ്രവർത്തിക്കാൻ മിനിറ്റുകൾ, സെക്കൻഡുകൾ മതി. അവൻ സെക്കൻഡുകൾ മതി. അടരാ മാന ചാര ധാര ധാര വൈര മാന
ഓ രഗനം ദാനം ജാനം ധേരം ധേരം വൈരം മാനം വർദ്ധലവേദം ദൂരം ദാനം. കർത്താവേ, അസാധാരണമായ ചലനങ്ങൾ ഇന്ന് രാത്രി ഇതിന്റെ അകത്ത് ദൈവം തുടങ്ങിയിരിക്കുക. നന്ദി പറയുന്നു. ദൈവത്തിന്റെ കരം ചലിച്ചിരിക്കാൻ നന്ദി പറയുന്നു. ആമേൻ. ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടണം യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ആ അന്തരീക്ഷത്തിൽ തന്നെ നിങ്ങൾ മുന്നോട്ട് പോകണം കേട്ടോ. ആമേൻ. ഈ നമ്മുടെ നാവിന്റെ അധികാരം ചെറുതല്ല. എത്ര വിശ്വസിക്കുന്നുണ്ട്? എൻ്റെ നാവിന്റെ അധികാരം ചെറുതല്ല. ആമേൻ. ഞാൻ ഒരു അനുഭവ സാക്ഷ്യം കൂടെ പറഞ്ഞിട്ട് എന്തോ പരിശുദ്ധാത്മാവ് അങ്ങനെ നിയോഗം നൽകുകയാണ്. ആമേൻ. ഒരിക്കൽ ഒരു കർത്തൃദാസൻ, ഞാൻ ക്രിസ്തുവിൽ ഒത്തിരി സ്നേഹിക്കുന്ന അഭിഷക്ത ദൈവദാസൻ, അദ്ദേഹം താനൊരു മീറ്റിംഗ് കഴിഞ്ഞിട്ട് മടങ്ങി തൻ്റെ ഭവനത്തിലേക്ക് വരികയാണ്. ആമേൻ. മടങ്ങി ഭവനത്തിലേക്ക് വരുന്ന വേളയിൽ താൻ ബൈക്കിലായി യാത്ര ചെയ്യുന്നത്. ഈ ബൈക്കിൽ യാത്ര ചെയ്യുമ്പോൾ പെട്ടെന്ന് ഒരു ഭയങ്കരമായൊരു മഴ പെയ്തു. ആമേൻ. പ്രതീക്ഷയില്ലാത്തൊരു മഴയായിരുന്നു. അപ്പൊ ഈ പ്രതീക്ഷയില്ലാതെ താൻ ഈ മഴയത്ത് ഇങ്ങനെ നിൽക്കുമ്പോൾ തനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാതെ താൻ പെട്ടെന്ന് ചെയ്തൊരു കാര്യം, തനിക്ക് ലഭിച്ച ഒരു വെയിറ്റിംഗ് ഷെഡോ അല്ലെങ്കിൽ ഒരു കടയുടെ ഈ തിണ്ണയോ എന്നൊക്കെ പറയാം, ഒരു ഷെഡ് പോലെ അദ്ദേഹം പെട്ടെന്ന് വണ്ടി അങ്ങോട്ട് ഒതുക്കി നിർത്തിയിട്ട് താൻ മഴ നനയാതിരിക്കാൻ വേണ്ടി എന്ത് ചെയ്തു? ആമേൻ, അങ്ങോട്ട് കയറി അങ്ങ് നിന്നു. ആമേൻ. ഈ നല്ല വിശ്വാസികൾക്ക് ഒരു ഗുണമുണ്ട്. നല്ല വിശ്വാസികൾക്ക് അവർ വെറുതെ നിന്നാലും സ്തോത്രം പറഞ്ഞുകൊണ്ടിരിക്കും. ആമേൻ. ഇനി സ്തോത്രം പറയണ്ട, അറിയാതെ അല്ല ബിജോയ് ബ്രദറെ, ആമേൻ, അറിയാതെ അങ്ങ് പറയും. ആമേൻ. അത് ഈ ചില പാസ്റ്റർമാര് പ്രസംഗിക്കുമ്പോൾ ഒന്ന് ഒരു ആമേൻ പറഞ്ഞാട്ട്, സ്തോത്രം പറഞ്ഞാട്ട്, ഇതിനൊന്നും ആവശ്യമില്ല. ഈ പ്രാർത്ഥിക്കാൻ ആഗ്രഹമുള്ളവരെന്ത് ചെയ്യും? അവർ ഓട്ടോമാറ്റിക്കലി അവർ ആത്മാവിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. അവിടെ നിന്നുകൊണ്ട് ആത്മാവിൽ അന്യഭാഷയിൽ പ്രാർത്ഥിക്കാൻ തുടങ്ങി. പുള്ളി പിശാചിനെ ശാസിക്കാൻ പോയില്ല, മത്സിക്കാൻ പോയില്ല, പോ പിശാചെ, ഇറങ്ങു പിശാചെ ഒന്നും പറഞ്ഞില്ല. പുള്ളി ആത്മാവിൽ അന്യഭാഷയിൽ ഇങ്ങനെ പ്രാർത്ഥിക്കുക. പുള്ളിയും ഈ മഴ ഇങ്ങനെ ശമിക്കുന്നുമില്ല. പുള്ളി എന്ത് ചെയ്യുക? പുള്ളി അവിടെ നിന്നുകൊണ്ട് ആത്മാവിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു മനുഷ്യൻ ഒരു കൊടയൊക്കെ ചൂടി ഈ മനുഷ്യന്റെ അരികിലേക്ക് വന്നിട്ട് ചോദിച്ചു, നീ എന്തിനാ ഇവിടെ നിൽക്കുന്നേ? അപ്പം ആ ദേവദാസൻ ഇങ്ങനെ പറഞ്ഞേ, മഴ പെയ്തു, എനിക്ക് പോകാൻ കഴിയുന്നില്ല, അതുകൊണ്ട് ഞാൻ ഇങ്ങോട്ട് കയറി നിന്നതാണ്. അദ്ദേഹം പറഞ്ഞു, നീ പെട്ടെന്ന് ഇവിടുന്ന് പോകണം. എന്ത് ചെയ്യണം? പെട്ടെന്ന് ഇവിടെ പോകണം. അദ്ദേഹം പറഞ്ഞു, സഹോദര, ഈ പെരുമഴയത്ത് ഞാൻ എങ്ങോട്ടാ പോകണ്ടേ? ആമേൻ. ഞാൻ കുറച്ച് മിനിറ്റുകൾ കഴിഞ്ഞിട്ട് ഞാൻ പൊക്കോളാം. ആമേൻ. അല്പം നിമിഷം കഴിഞ്ഞിട്ട് ഈ മനുഷ്യൻ വീണ്ടും വന്നു, നീ പോയില്ലേ? ആമേൻ, നീ പോയില്ലേ? അദ്ദേഹം പറഞ്ഞു, മഴ മാറിയില്ലല്ലോ. ആമേൻ. ഞാൻ ആർക്കും ഒരു പ്രയാസം ഉണ്ടാക്കുന്നില്ലല്ലോ. ആമേൻ. ചിലരങ്ങനെ മീറ്റിംഗിൽ കയറി ഇരുന്നാൽ ആർക്കും ഒരു പ്രയാസമില്ല. ആമേൻ. ചിലപ്പോൾ സൂം ഐ ഡി ഓൺ ആക്കിയിട്ട് വേണമെങ്കിൽ കയറി കിടന്ന് ഉറങ്ങുകയും ചെയ്യാമല്ലോ. ആർക്കും ഒരു പ്രയാസമില്ലാതെ. ആമേൻ. നിങ്ങളെ ആരും ഉദ്ദേശിച്ചുകൊണ്ടല്ല പറയുന്നത്. ആമേൻ. ഈ മീറ്റിംഗ് ഓൺ ആക്കി വിട്ടിട്ട് ആരും ഉറങ്ങാൻ പോകരുത്, കിടക്കാൻ പോകരുത്. ഇത് കിടക്കാൻ വേണ്ടി ഉള്ള മീറ്റിംഗ് ആണെങ്കിൽ ദയവ് ഇത് ലെഫ്റ്റായി പോക്കണം. ആമേൻ. അപ്പം ഇങ്ങനെ ഇദ്ദേഹം എന്ത് ചെയ്യാം? അവിടെ നിന്ന് ശാന്തമായി പറഞ്ഞുകൊണ്ടിരിക്കുക. അവൻ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴത്തേനും പെട്ടെന്നൊരു സംഭവം ഉണ്ടായി. ഇദ്ദേഹത്തിന്റെ പടുതി അങ്ങ് മാറി. ഈ ദേവദാസനോട് ദേഷ്യപ്പെടാൻ തുടങ്ങി. അദ്ദേഹം പറഞ്ഞു, നീ വേഗത്തിൽ ഇവിടുന്ന് പോയേ പറ്റത്തുള്ളൂ, നിനക്ക് ഇവിടെ നിൽക്കാൻ കഴിയത്തില്ല, നീ ഒന്ന് പോയി തരാമോ എന്നൊക്കെ ചോദിച്ച് ഇദ്ദേഹം ദേഷ്യപ്പെടാൻ തുടങ്ങി. എൻ്റെ പൊന്ന് ബിജോയ് ബ്രദറെ, കുറച്ച് മിനിറ്റുകൾ കഴിഞ്ഞപ്പം ഈ ദേവദാസൻ ചോദിച്ചു, എന്തിനാ ദേഷ്യപ്പെടുന്ന സഹോദര, കാര്യം എന്താ? അദ്ദേഹം പറഞ്ഞു, എൻ്റെ വീട്ടിലൊരു പൂജ നടക്കുക, ഒരു ഹോമം നടക്കുക. നിങ്ങൾ ഇവിടെ നിൽക്കുന്നുണ്ട്, ഈ ഹോമം നടത്തുന്ന വ്യക്തിക്ക് വേണ്ട രീതിയിൽ ആ പരിപാടി ചെയ്യാൻ പറ്റുന്നില്ല. അതുകൊണ്ട് ഈ ഹോമം ചെയ്തുകൊണ്ടിരിക്കുന്ന അവൻ പറഞ്ഞു, ഒരുത്തൻ അവിടെ വന്നു ഇരുന്നുകൊണ്ട് എന്തോ പറയുന്നുണ്ട്, അവനെ ഇറക്കി വിടാതെ എനിക്ക് ഈ ഹോമം എന്ത് ചെയ്യാൻ പറ്റത്തില്ല. ആമേൻ. അതാ പറഞ്ഞ ദൈവദാസന്മാരുടെ മാത്രമല്ല ദൈവമക്കളുടെ പ്രാർത്ഥനയ്ക്കകത്ത് നീ പറയുന്ന സ്തോത്രത്തിൻ്റെ, നീ പറയുന്ന അന്യഭാഷയുടെ അകത്ത് ദൈവത്തിൻ്റെ പ്രവൃത്തിയുണ്ട്. അതുകൊണ്ട് ഞാൻ പറയും, ചുമ്മാ കയറി ഈ അലസമായി ഇരിക്കരുത്. നീ ഇരിക്കുന്ന അന്തരീക്ഷം ചെറുതല്ല, അതിന് വേണ്ട രീതിയിൽ പ്രാധാന്യത കൊടുത്തിട്ട് വേണം ഇരിക്കാൻ. ഇതെന്തോ ഉപവാസ പ്രാർത്ഥന 17ാമത്തെ ദിവസം ഞാൻ പറയുന്നത്, ബീനാൻറ്റി എന്നോട് ക്ഷമിക്കണം. ആമേൻ. ഉപവാസ പ്രാർത്ഥന 17ാമത്തെ ദിവസം ഇങ്ങനൊരു പദം പറയാൻ തോന്നുക, നീ ഇരിക്കുന്നത് വെറുതെ അല്ല.
അമേൻ. നീ ഇരിക്കുന്ന നിസാര സ്ഥലത്തല്ല, നീ ഇരിക്കുന്ന സാധാരണമായ ദൈവ സാന്നിധ്യത്തിന്റെ അമേൻ അമേൻ അന്തരീക്ഷത്തിലാണ്. ഇന്ന് രാത്രിയിൽ ഞാൻ ആത്മാവിൽ ദൂത് പറയാം, നീ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ ചിലപ്പോൾ സൂം പ്ലാറ്റ്ഫോമിലായിരിക്കാം. അമേൻ, നീ ഇരിക്കുന്ന അന്തരീക്ഷം നിനക്ക് അത്ര കംഫോർട്ടബിൾ അല്ലായിരിക്കാം. എന്നാൽ 56 ഡിവൈസിനെ നോക്കി ആത്മാവിൽ ഞാൻ പ്രവചിച്ചു പറയാം, നീ ഇരിക്കുമ്പോൾ തന്നെ അമേൻ, നീ ഇരിക്കുന്ന രാജ്യത്ത്, നീ ചിലപ്പോൾ ഇരിക്കുന്ന മണ്ണിൽ അമേൻ, നിനക്ക് അനുകൂലമല്ലെങ്കിലും നീ ആത്മാവിൽ സ്തുതിക്കാൻ തുടങ്ങുമ്പോൾ, ആത്മാവിൽ പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ അസാധാരണമായ ദൈവിക പ്രവൃത്തി ഇപ്പോൾ മുതൽ ചലിച്ചു തുടങ്ങും. ഇപ്പോൾ മുതൽ തുറക്കേണ്ട വാതിൽ നീ തുറക്കേണ്ട, ദൂതനിറങ്ങി തുറക്കും. അവൻ അഴിക്കേണ്ട ചങ്ങല നീ അഴിക്കേണ്ട, നിനക്ക് വേണ്ടി അഴിക്കാൻ നിന്റെ പ്രാർത്ഥനയ്ക്ക്, നിന്റെ വാക്കുകൾക്ക് അധികാരമുണ്ട്. അവൻ നിന്റെ പ്രാർത്ഥനയ്ക്ക്, നിന്റെ ശബ്ദത്തിന് അധികാരമുണ്ട്. ഇന്ന് പകലിൽ അധികാരത്തോടെ അല്പനിമിഷം ദൈവത്തെ സ്തുതിച്ചു തുടങ്ങിക്കോ. ഇന്ന് രാത്രി ദൈവത്തിന്റെ പ്രവൃത്തി നിനക്ക് വേണ്ടി വെളിപ്പെട്ടു വരും. ആമേൻ. വളരെ പ്രാർത്ഥനയോടെ ആയിരിക്കുമ്പോൾ വേഗത്തിൽ ദൈവം എന്നോട് പറഞ്ഞൊരു ദൈവിക ശബ്ദം, ദൈവിക ആലോചന നിങ്ങളോട് കൈമാറുവാൻ ഞാൻ ആഗ്രഹിക്കുക. വേഗത്തിൽ നമുക്ക് വായിക്കാം. 1 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം അതിന്റെ 7-ാമത്തെ വാക്യം. 1 Corinthians chapter 1:7. ആർക്കെങ്കിലും ശബ്ദമുയർത്തി വേദഭാഗം ഒന്ന് വായിച്ച് സഹായിച്ചാൽ വളരെ അനുഗ്രഹമായി. ഇങ്ങനെ നിങ്ങൾ ഒരു കൃപാവരത്തിൽ കുറവില്ലാത്തവരായി നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷത കാത്തിരിക്കുന്നു. ഇങ്ങനെ നിങ്ങൾ ഒരു കൃപാവരത്തിലും ആമേൻ കുറവില്ലാത്തവരായി നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷത കാത്തിരിക്കുന്നു. ആമേൻ. നമുക്ക് ഈ ഭാഗം വളരെ സുപരിചിതമാണ്. 1 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം എന്ന് പറയുന്നത് പൗലോസിന്റെ അനുഗ്രഹിക്കപ്പെട്ട ലേഖനങ്ങളിൽ ഒന്ന് മാത്രമാണ്. ആമേൻ. ഈ ലേഖനത്തിന്റെ പ്രത്യേകത, പ്രവർത്തികളുടെ പുസ്തകം 18-ാം അധ്യായത്തിൽ പൗലോസ് കൊരിന്തിൽ വന്ന് കൊരിന്തിൽ ഒരു സഭ സ്ഥാപിക്കപ്പെടുകയാണ്. ആമേൻ. കൊരിന്തിൽ സഭ പൗലോസ് സ്ഥാപിച്ചു. ആമേൻ. ഈ കൊരിന്ത് പട്ടണത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, അന്നത്തെ കാലഘട്ടത്തിൽ ഈ കൊരിന്ത് എന്ന് പറയുന്ന പട്ടണം എന്ന് പറയുന്നത് ആമേൻ ഒരു ബിസിനസ് ഹബ്ബാണ്. ആമേൻ. ഈ 2 രീതിയിലുള്ള ഈ പോർട്ടുള്ള ആമേൻ ഒരു പോർട്ട് സിറ്റിയാണ്. 2 ഹാർബർ ഉള്ള ഒരു അതിമനോഹരമായ ഒരു പോർട്ട് സിറ്റി. ആമേൻ. ഈ വിഴിഞ്ഞം തുറമുഖം എന്നൊക്കെ പറയുന്നത് പോലെ ആമേൻ പോർട്ടുകൾ ഉള്ള അതിമനോഹരമായ, വളരെ ബിസിയായ, സമ്പത്തിൽ കുറവില്ലാത്ത, ആമേൻ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുന്ന ഒരു അനുഗ്രഹിക്കപ്പെട്ട പട്ടണമാണ് കൊരിന്ത് പട്ടണം. ആമേൻ. ഈ കൊരിന്ത് പട്ടണത്തിൽ പൗലോസ് സെക്കൻഡ് മിഷണറി യാത്രയിൽ പൗലോസ് കടന്നു വന്നു. അന്ന് പൗലോസ് എന്ത് ചെയ്തു? ഒരു സഭ സ്ഥാപിച്ചു. ആമേൻ. ഈ സഭ സ്ഥാപിച്ചു. പൗലോസിന്റെ മേൽ ദൈവം കൊടുത്തിരിക്കുന്ന ദൈവിക നിയോഗത്തോടെ പൗലോസ് സഭ സ്ഥാപിച്ചു. ആമേൻ. ഈ സഭ സ്ഥാപിക്കപ്പെട്ടപ്പോൾ പൗലോസിന് ഭയങ്കര ആഗ്രഹവും, ആമേൻ, ഈ അപ്പന്റെ ഹൃദയമുള്ളവനാ പൗലോസ്. ഈ അപ്പന്റെ ഹൃദയത്തിൽ നിന്ന് പൗലോസിന്റെ ആഗ്രഹത്തിനനുസരിച്ച് സഭയെ വളർത്തണമെന്നും സഭയെ അങ്ങനെ പുറത്തു കൊണ്ടുവരണമെന്ന ആഗ്രഹത്തോടെ പൗലോസ് ശക്തമായി സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ഇടിവ് നിൽക്കുകയും ഒക്കെ ചെയ്ത് സഭ എന്ത് ചെയ്തു? പട്ടണത്തിൽ വളർന്നു. എന്നാൽ ഈ സഭ വളർന്നപ്പോൾ ആമേൻ ആത്മാവിൽ കൃപാവരങ്ങളെല്ലാം സഭ എന്ത് ചെയ്തു? നല്ല നിലയിൽ മുൻപന്തിയിലേക്ക് വന്നു. അവൻ ഒന്നിനും കുറവില്ല, എല്ലാത്തിനും സഭ എന്ത് ചെയ്തുകൊണ്ട് പുറകിലുണ്ട്. മുമ്പിലുണ്ട്. ആമേൻ. ഹല്ലേലൂയ. മുമ്പിൽ തന്നെയുണ്ട്, ഒന്നിനും പുറകിലല്ല, എല്ലാത്തിനും സഭ മുമ്പിലുണ്ട്. അഭിഷക്തൻ ആത്മാവിൽ ശുശ്രൂഷിക്കുന്നു. ആമേൻ. അഭിഷക്തൻ ആത്മാവിൽ ശക്തമായി ദൈവസഭയെ നയിക്കുന്നു. ആമേൻ. ഈ സഭ മുന്നോട്ട് പോകുമ്പോൾ ആമേൻ നമുക്കൊന്നറിയാം, അതിന്റെ ഈ 10 മുതൽ താഴോട്ട് വായിക്കുമ്പോൾ, 1 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം 10 മുതൽ താഴോട്ട് വായിക്കുമ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലാകും. സഭയ്ക്കകത്ത് ചില പ്രതിസന്ധി വന്നു കയറി. പ്രൈസ് ദി ലോർഡ്. സഭയ്ക്കകത്ത് എന്ത് ചെയ്തു? ചില പ്രതിസന്ധി വന്നു കയറി. വളരെ ആഴമേറിയ ദൈവിക ശബ്ദമാണ് ബീനാൻഡി ഞാൻ ഇന്ന് രാത്രി പ്രസംഗിക്കുന്നത്. വളരെ ശക്തമേറിയതാ. അതിനകത്ത് ഉപദേശമുണ്ട്. ആമേൻ. അതിനകത്ത് നിറവുണ്ട്. എനിക്ക് വ്യക്തമായിട്ട് അറിയാം, ഈ വർഷം ഈ 2025 അവസാന ഭാഗത്തിൽ ആമേൻ ദൈവം എൻ്റെ ഹൃദയത്തിൽ നൽകിയ അതിശക്തമായ ഒരു ദൈവിക ദൂത. ആമേൻ. ഇതാദ്യമായിട്ട് ദൈവസഭ നിങ്ങൾക്ക് കൈമാറുന്നത്.
ഇത് ആദ്യമായി നിങ്ങൾക്ക് കൈമാറുക. അമേൻ. വളരെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. അമേൻ. ഈ സഭയ്ക്കകത്ത് ചില പ്രതിസന്ധികൾ വാഴാൻ തുടങ്ങി. ഒന്ന്, ഡിവിഷൻ. സഭയ്ക്കകത്ത് എന്ത് വന്നു? ഭിന്നത വന്നു. പ്രൈസ് ദ ലോർഡ്. ഭിന്നത സഭയ്ക്കകത്ത്. അമേൻ. ഞാൻ എന്തുകൊണ്ട് ഇത് ഉറപ്പിക്കാൻ, ദൂത് ഉറപ്പിക്കാൻ കാരണം എന്നറിയോ? ഇന്ന് ആദ്യത്തെ ഈ സമയത്ത് ദൈവദാസൻ പാടി തുടങ്ങിയ പാട്ടുകൾ എന്ന് നോക്കിയാൽ ഈ വിവാഹ ശുശ്രൂഷകളിലൊക്കെ വാഴ്ത്തുക നീ മനമേ എൻ പരനെ വാഴ്ത്തപ്പോൾ ഞാൻ വൈഫ് ഞങ്ങളിങ്ങനെ പറയുമായിരുന്നു, ഇന്ന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ സഭയെ ഉറപ്പിക്കുക എന്നത് എന്തോ ദൈവത്തിന്റെ ആവശ്യമായിട്ട് എനിക്ക് തോന്നി. അമേൻ. അപ്പൊ നിങ്ങൾ ചോദിക്കും, ദേവദാസനെ എന്താ ഈ സഭ എന്നൊക്കെ പറയുന്നേ? ഇത് സൂം മീറ്റിംഗ് അല്ലേ, എങ്ങനെ സഭയാകുന്നേ? അമേൻ. ഈ സഭ എന്ന വാക്കിന്റെ അർത്ഥം നമുക്ക് സത്യം പറഞ്ഞാൽ ഈ നമ്മുടെ പുതിയ നിയമസഭ അല്ലെങ്കിൽ ഈ വെളിപ്പാട് പലർക്കും നഷ്ടപ്പെട്ടു. എന്താ സഭ? സഭ എന്ന വാക്കിന്റെ യഥാർത്ഥ അർത്ഥം നമ്മൾ നോക്കിയാൽ ഒരു പ്രത്യേക ഉദ്ദേശത്തിന് വേണ്ടി ചേർത്ത് നിർത്തിയ, വിളിച്ചുകൂട്ടിയ ഒരു കൂട്ടത്തെയാ എന്ത് ചെയ്യുന്നത്? സഭ എന്നുകൊണ്ടത് അർത്ഥമാക്കുന്നത്. ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, ഇവിടെ ഒരുമിച്ച് ചേർന്ന് നിങ്ങൾ ദൈവിക വിടുതലിന് വേണ്ടി തമ്മിൽ പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ ഇതിന്റെ പിന്നിൽ എന്തോ ഉണ്ട്? ഒരു സഭയുണ്ട്. ആമേൻ. പക്ഷെ ഈ യൂണിറ്റിയെ മാറ്റിയിട്ട് ഇപ്പൊ ഈ പലതും എന്ത് ചെയ്തെന്ന് അറിയാമോ? സഭയെ ഒരു ബിൽഡിങ്ങിലേക്ക് കൊണ്ടുവന്നു. അതെ, സത്യം പറഞ്ഞ് ഇന്ന് നോർത്ത് ഇന്ത്യയിലൊക്കെ ചെന്ന്, എനിക്ക് ജമ്മു കാശ്മീർ ഈ ബിജോയ് ബ്രദറിനെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അമ്മ നോർത്ത് ഇന്ത്യൻ ഭാഗങ്ങളിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ അവിടെ ബിൽഡിംഗ് അല്ല ദേവദാസന് ബിൽഡിങ്ങുകളല്ല, നോർത്ത് ഇന്ത്യൻ ഭാഗങ്ങളിൽ ബിൽഡിങ്ങുകളല്ല. അമ്മൻ എവിടെ ആരാധനയ്ക്കൊരു സ്ഥലം കിട്ടുന്നു അതാ സഭ. അമ്മ നമ്മൾ ഈ മലയാളികൾക്ക് ഭയങ്കര അങ്ങ് ഈ നന്മകളും അനുഗ്രഹങ്ങളും ഒക്കെ വർദ്ധിച്ചപ്പം അമ്മേൻ സത്യത്തിൽ അവിടെയൊക്കെ നടക്കുന്ന ആരാധന കണ്ടു കഴിഞ്ഞാൽ എന്നെ ഒരു കൊതിയ വിനാൻഡി. അമ്മേൻ നമ്മൾ ചില ചർച്ചിലൊക്കെ ഈ സത്യം പറഞ്ഞ പോയിരിക്കുക ശുശ്രൂഷിക്കാൻ വിളിക്കുമ്പോൾ എൻ്റെ പൊന്നു ബിജോയ് ബ്രദറെ പേടിയാണ്. മയിൽക്കുറ്റിക്ക് കാറ്റടിച്ചാലും അനങ്ങാതിരിക്കുന്ന കുറെ എണ്ണങ്ങൾ. എന്തിനാ സഭയെ വരുന്നതെന്ന് ചോദിച്ചാൽ, അല്ല എന്തിനാ സഭയെന്ന് പറയരുത്, സോറി, എന്തിനാ ആ ബിൽഡിങ് വന്നിരിക്കുന്നത്? ഈ സമയം കൊണ്ട് വീട്ടിൽ കിടന്നുറങ്ങിയാൽ അമേൻ ആ സീറ്റ് വേറെ ആരും വന്നിരുന്നേനെ. ആമേൻ പറയത്തില്ല, ആമേനും സ്വോത്രവും കമന്റ് ബോക്സിൽ വരത്തില്ല. എനിക്ക് വ്യക്തമായിട്ട് അറിയാം ഇത് നിങ്ങളെക്കുറിച്ചല്ല. ഒന്ന് ആമേൻ പറ. ഇത് എന്നെ കുറിച്ചല്ല എന്ന് പറയുന്നവരെല്ലാം ആമേൻ പറ. ആണെന്ന് പറയുന്നവർ കാര്യങ്ങൾ ഉയർത്തി ദൈവത്തെ ചോദിച്ചു. സ്വോത്രം, പ്രൈസ് ദി ലോർഡ്. അപ്പം സഭ എന്നതിൻ്റെ പ്രധാന ഉദ്ദേശം എന്തെന്ന് മറന്നുപോയപ്പം ആമേൻ ഈ സഭയ്ക്കകത്ത് എന്തു ചെയ്യാൻ തുടങ്ങി? ആവശ്യമില്ലാത്തതെല്ലാം കയറാൻ തുടങ്ങി. ഒന്ന്, ഭിന്നത വന്നു. ഞാൻ ആ വാക്യങ്ങളൊന്നും വായിക്കുന്നില്ല, നിങ്ങൾക്കറിയാം. ഒന്ന്, ഭിന്നത വന്നു, ഡിവിഷൻ വന്നു. ഞാൻ അവിടെ നിൽക്കുന്നില്ല. ഇന്നയാളുടെ പക്ഷക്കാരൻ, ജോയൽ പാസ്റ്ററുടെ കൂട്ടം, ബിജോയ് ബ്രദറിന്റെ കൂട്ടം, ബീനാൻഡിയുടെ കൂട്ടം. അമേൻ ഇതിന്റെ അകത്തങ്ങ് ഭിന്നത ഉണ്ടാക്കാൻ തുടങ്ങി. അമേൻ. രണ്ട്, സഭയ്ക്കകത്ത് വന്ന അടുത്ത് പ്രൈഡ് ലീഡേഴ്സ്, നേതാക്കന്മാരിലങ്ങ് പ്രൈഡ് കയറി. ഞാനാണ് വലിയ ടീം. അമേൻ. എൻ്റെ കൂടെ ഇന്ന് ഫോളോവേഴ്സിന്റെ കാലഘട്ടമാണ്. എൻ്റെ കൂടെ ഇത്ര ഫോളോവേഴ്സ്. അമേൻ. ഞാൻ എത്തുമ്പോൾ ഇത്ര പേര്. ചിലരൊക്കെ ഈ പോസ്റ്റർ എനിക്ക് ഇതുപോലെ വിഷമം തോന്നി. ചിലർ പോസ്റ്റർ പേര് വന്ന് ഇപ്പൊ എൻ്റെ പേര് പറഞ്ഞാൽ കുഴപ്പമില്ലല്ലോ. അമേൻ. നിങ്ങൾക്ക് ആർക്കും പ്രയാസമില്ലല്ലോ. പാസ്റ്റർ ജോയൽ ബി എബ്രഹാം കോട്ടയത്ത്. എടാ നീ കോട്ടയത്ത് വന്ന ദൈവത്തിന് എന്താ കാര്യം? ദൈവം കോട്ടയത്ത് ഇറങ്ങണം. അമേൻ. പ്രൈസ് ദി ലോർഡ്. ബീനാൻഡി പത്തനാപുരത്ത് ശുശ്രൂഷിക്കുന്നു. എടാ ബീനാൻഡി പത്തനാപുരത്ത് വന്നിട്ട് എന്താ കാര്യം? ദൈവം പത്തനാപുരത്ത് ഇറങ്ങണം. അമേൻ. നേതാക്കന്മാരിൽ എന്തോ കയറി. അമേൻ. ഞാൻ അമേൻ. അടുത്തത് താഴോട്ട് വായിക്കുമ്പം അമേൻ അതിന്റെ 5-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പം ഈ സഭയ്ക്കകത്ത് അടുത്തൊരു സാധനം കയറി, സെക്ഷൽ ഇമ്മോറാലിറ്റി. സെക്ഷൽ ഇമ്മോറാലിറ്റി. ഞാൻ വചനം പ്രസംഗിക്കുന്നത്. അമേൻ. അന്നത്തെ കാലഘട്ടത്തിൽ ആ ദേശത്ത്, രാജ്യത്ത് സ്ത്രീ ശക്തികൾ എന്ത് ചെയ്യാൻ തുടങ്ങി? വാഴാൻ തുടങ്ങി. അമേൻ. ഈ കാലഘട്ടത്തിൽ സഭ പ്രാർത്ഥിച്ച് ജയമെടുക്കേണ്ട ഒരു മേഖലയെ കുറിച്ച് ഈ 17-ാമത്തെ ദിവസം ഞാൻ കൈമാറുന്നു. അമേൻ.
സ്ത്രീ ശക്തി വന്ന സഭ എന്ത് ചെയ്യാൻ തുടങ്ങി? സഭയെ പിരിക്കാൻ തുടങ്ങി. ഓ ആമേൻ. ഇനി 6-ാം അധ്യായത്തിലേക്ക് കടന്നു ചെന്നാൽ മനസ്സിലാകും സഭ എന്ത് ചെയ്യുക, തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വിധിയ, അല്ലെങ്കിൽ സ്യൂട്ട് ഫയൽ ചെയ്യുക. അതിനെന്തോ മലയാളത്തിൽ പറയുന്നത്? ആമേൻ. പരാതി കൊടുക്കുക, കോടതി, ലോ സ്യൂട്ട് ചെയ്യുക. ആമേൻ. 7-ാം അധ്യായത്തിലേക്ക് വന്നപ്പോഴത്തേനും ഈ വിവാഹത്തെക്കുറിച്ച് കൺഫ്യൂഷൻ, അങ്ങോട്ടും ഇങ്ങോട്ടും മൊത്തം. ഇതൊക്കെ ഇപ്പോൾ നിങ്ങൾ ചിന്തിച്ചോണം, എന്താണ് ഇപ്പോൾ ഈ അവസാന നിമിഷത്തിൽ എന്താണ് ഇതുകൊണ്ട് കണക്ട് ചെയ്യുന്നത് നിങ്ങൾ ചിന്തിച്ചോണം. ഇതിന്റെ അവസാനം പരിശുദ്ധാത്മാവിൽ ഞാനത് വെളിപ്പെടുത്തും. ആമേൻ. ഇനി അടുത്തത് 12 മുതൽ 14 വരെ അധ്യായങ്ങൾ മനസ്സിലാകും. ഈ ആരാധനയിലും സ്പിരിച്വൽ ഗിഫ്റ്റിലും ഒക്കെ ഡിസോർഡേഴ്സ് വരാൻ തുടങ്ങി. എങ്ങനെ ആരാധിക്കാം? ആമേൻ. എങ്ങനെയും ആരാധിക്കാം. ആമേൻ. ഈ സത്യത്തിൽ ഈ വിദേശ രാജ്യങ്ങളിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ഒരു ഹാള് കിട്ടും. ഒരു ഹാള് ഈ സത്യത്തിൽ 2 മണിക്കൂർ ദൈവത്തെ ആരാധിക്കാൻ കിട്ടുന്നത്. 2 മണിക്കൂർ. ഈ 2 മണിക്കൂറിനുള്ളിൽ നമ്മൾ ആരാധിച്ച് ഉള്ള സാധന സാമഗ്രികളുമായിട്ട് നമ്മൾ ഓടണം. ആമേൻ. കീറുന്ന കെട്ടുന്ന 2 മണിക്കൂറിൽ. ആമേൻ. യുഎയിൽ നിന്ന് ആരെങ്കിലും ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അവരോട് ചോദിച്ചാൽ വ്യക്തമായിട്ട് തിരിച്ചറിയും. ആകെ കിട്ടുന്ന 2 മണിക്കൂറാ. ആമേൻ. ഓടി അകത്തോട്ട് കയറും. ആമേൻ. എങ്ങനെയെങ്കിലും കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റ് ചെയ്തിട്ട് ആരാധിച്ച് തിരിച്ച് ഇറങ്ങുന്നതിന് മുമ്പ് അകത്താണ്. ആമേൻ. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ആരാധനയ്ക്കകത്തും ഇതെല്ലാം കൂടെ കോപ്പി ചെയ്തുകൊണ്ട് നാട്ടിലേക്ക് കുറെ സിസ്റ്റം വന്നു. ആമേൻ. ആരാധനയിൽ ഡിസോർഡേഴ്സുകൾ. ആമേൻ. അടുത്തത് പുതിയ പഠിപ്പീരുകൾ കയറി. ആമേൻ. എന്തും ചെയ്യാം, എങ്ങനെയും പോകാം. ആമേൻ. അത് കഴിഞ്ഞിട്ട് ദേവാലയത്തിൽ ആരാധനയ്ക്ക് പങ്കെടുക്കാം, എന്തും ചെയ്യാം. ആമേൻ. കഴിഞ്ഞ ദിവസം ഞാൻ എനിക്കറിയാവുന്ന ഒരു കുടുംബത്തോട്, ഞാൻ പേരൊന്നും പറയുന്നില്ല, ഞാനിങ്ങനെ സംസാരിച്ചപ്പം ഞങ്ങളിങ്ങനെ പറയാനിടയായി തീർന്നു. ആമേൻ. ആരാധനയുടെ തലേ ദിവസം വരെ, അതായത് ശനിയാഴ്ച വരെ കാണിക്കാൻ പറ്റുന്ന സകലവിധ പരിപാടിയും കാണിച്ചിട്ട് ഞായറാഴ്ച ആരാധനയ്ക്ക് വന്നിരിക്കും. ആമേൻ. ആടികൊണ്ട് ചുരുളാൻ പോവാ. ഞാൻ വചനത്തിന് മുമ്പാകെ പറയുന്നേ. ആമേൻ. പണ്ട് ദേവാലയത്തിൽ ചാട്ട എടുത്ത പോലെ കർത്താവ് ചാട്ട എടുത്താൽ, ആമേൻ, എല്ലാ അച്ചാച്ചന്മാരും എല്ലാ അമ്മാമ്മമാരും, ഏറ്റവും കൂടുതൽ അമ്മാമ്മമാരാണല്ലോ, അമ്മമാരൊന്നും കുറവല്ല. ഡെസി ആന്റി നല്ലോണം ചിരിക്കുന്നുണ്ട്. ആമേൻ. സ്തോത്രം. ആമേൻ. നല്ല അമ്മാമയാ ഡെസി ആന്റി. ആ ചിരി തന്നെ എനിക്ക് മനസ്സിലായി. ആമേൻ. പല അമ്മാമാരും ഉണ്ട്. ആമേൻ. എൻ്റെ പൊന്നോ സ്തോത്രം. എൻ്റെ വൈഫ് ഇവിടെ ഇരിപ്പുണ്ടല്ലോ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. ഈ കാലഘട്ടത്തിൽ പൗലോസ് എഫെസോസിൽ ഇരുന്നു കൊണ്ട് കൊരിന്തിന് ലേഖനം എഴുതുക. ദൈവജനമേ മടങ്ങി വാ. ആമേൻ. മടങ്ങി വാ. ആമേൻ. കൃപാവരങ്ങളിൽ കുറവില്ലാതെ നിന്നിൽ ഇന്ന് കത്തേണ്ടത്, ആമേൻ, കരിന്തിരിയല്ല കത്തേണ്ടത്. ആമേൻ. നമ്മൾ പാടും ആദ്യ നൂറ്റാണ്ടിലെ അനുഭവം പോൽ കർത്താവെ വീണ്ടും ഒരു ആത്മാവിന്റെ ഉണർവ് എന്നിലേക്കൊന്ന് വരണമേ എന്ന് ആത്മാവിൽ പ്രാർത്ഥിക്കാൻ തയ്യാറാണെങ്കിൽ ഈ കാലഘട്ടത്തിൽ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെട്ട് നിന്നെ, ആമേൻ, നല്ലൊരു വിശ്വാസിയുടെ, ആമേൻ, റോഡിലേക്ക് കൊണ്ടുവന്ന് നിത്യതയ്ക്ക് വേണ്ടി ഒരുക്കാം ദൈവം ആഗ്രഹിക്കുക. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകലിൽ ഉപവാസം ഇരുന്ന് കഴിഞ്ഞാൽ 21 ഇരുന്ന് ആമേൻ സ്വർഗത്തിൽ പോകാൻ ആരും ചിന്തിക്കരുത്. ആമേൻ. 21 ദിവസം ഉപവാസ പ്രാർത്ഥനയിൽ ആമേൻ സൂം ഓൺ ചെയ്ത് ഇതിന്റെ അകത്ത് വന്നിരുന്നത് ആരും ആമേൻ നാളെ സ്വർഗത്തിൽ പോകുമെന്ന് ചിന്തിക്കരുത്. ആമേൻ. ഇന്ന് രാത്രി ആത്മാവിൽ പറയാം, ഇന്ന് രാത്രി ദൈവത്തിന്റെ സന്നിധിയോട് നീ അടുത്തു വരാൻ തയ്യാറാണെങ്കിൽ ദൈവത്തിന്റെ പ്രവൃത്തി നിന്നിൽ വെളിപ്പെടും. ആമേൻ. പ്രൈസ് ദി ലോർഡ്. അപ്പം ഈ കൊരിന്ത് സഭയിൽ അസാധാരണമായ പാപത്തിന്റെ പ്രവൃത്തി വെളിപ്പെട്ടു വന്നപ്പോൾ സഭയുടെ എന്താണ് സഭയെന്ന വെളിപ്പാട് ജനത്തിൽ നിന്ന് മാറിപ്പോയപ്പോൾ, അവർക്ക് വ്യക്തമായി തിരിച്ചറിയാൻ കഴിയാതെ പോയപ്പോൾ പൗലോസ് പറയുക, ആമേൻ, നിങ്ങൾ മടങ്ങി വാ. നിങ്ങൾ എന്ത് ചെയ്യുക? മടങ്ങി വാ. നിങ്ങൾ മടങ്ങി വാ.
ക്രിസ്തുവിന്റെ സ്നേഹത്തിലേക്ക്, ക്രിസ്തുവിന്റെ അധികാരത്തിലേക്ക് മടങ്ങി വാ. ഒരു റീകോൾ പൗലോസ് നടത്തുക. ഇന്ന് രാത്രി ഞാൻ ആത്മാവിൽ പറയാം, ഒരു റീകോൾ വീഴുക. 2025 അവസാനത്തെ ദിവസങ്ങളിൽ 24 അവസാനത്ത് ഞാൻ സഭയുടെ ഭാഷ 2024 ഈ ആണ്ടവസാന യോഗം നടന്നു. ആണ്ടവസാന യോഗത്തിന് ന്യൂ ഇയറിന് മുമ്പ് ഒരു സാക്ഷ്യം പറച്ചിലുണ്ട്. എന്റെ കർത്താവ് എന്തോ സാക്ഷ്യം പറച്ചിലായിരുന്നു അറിയോ. ഞാൻ അവസാനം ചവിട്ടിക്കൊണ്ട് ഞാൻ പറയും, എന്റെ പൊതു ദൈവങ്ങളെ ഇനി അടുത്ത വർഷം സാക്ഷ്യം പറയാന്ന് പറഞ്ഞു ഒരു വിധത്തിൽ കൊണ്ട് നിർത്തിയിട്ട എന്തോ സാക്ഷ്യം പറഞ്ഞു. ഞാൻ കഴിഞ്ഞ ദിവസം ഞാൻ ചർച്ച ചോദിച്ചു, ഈ പറഞ്ഞ സാക്ഷ്യം പറഞ്ഞവരെല്ലാം ഞാനത് കാണുന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞു. ആമേൻ, പ്രൈസ് ദി ലോർഡ്. 2025 അവസാന ദിവസങ്ങളിലേക്ക് വരിക. നാം പ്രാർത്ഥിച്ചിട്ടുണ്ട്, കർത്താവ് 2024 25 11.5 മാസം കഴിഞ്ഞു. ചില വിടുതലുകളൊന്നും സംഭവിച്ചില്ല, ഇനിയും സംഭവിക്കാനുണ്ട്, ഇനിയും സംഭവിക്കും. അടുത്ത ചില ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. ദൈവത്തിന് പ്രവർത്തിക്കാൻ ഒത്തിരി മിനിറ്റ് ഒന്നും വരണ്ട. പക്ഷെ ദൈവം പറയുന്ന വ്യവസ്ഥയിൽ നിന്ന് പ്രിയ അച്ഛൻ പറഞ്ഞ പാടിയപ്പോൾ അവസാനം പറഞ്ഞ പദം ഞാൻ കടമെടുക്കുക. വ്യവസ്ഥയിൽ നിന്നാൽ നിന്റെ അവസ്ഥയ്ക്ക് ദൈവം മാറ്റം വരുത്തും. വ്യവസ്ഥയിൽ നിന്നാൽ, വേദപുസ്തകത്തിന്റെ വ്യവസ്ഥയിൽ ഇന്ന് നീ തിരിയാൻ തയ്യാറാണെങ്കിൽ, വ്യവസ്ഥയിലേക്ക് ദൈവ വചനത്തിന്റെ ആഴത്തിലേക്ക് നീ ഇന്ന് രാത്രിയിൽ മാറാൻ തയ്യാറാണെങ്കിൽ, ആത്മാവിൽ ഞാൻ ദൂത് പറയാം, നിന്റെ അവസ്ഥ എന്തുവായിക്കൊള്ളട്ടെ, നിന്റെ സാഹചര്യം എന്തുവായിക്കൊള്ളട്ടെ, ഇന്ന് ആത്മാവിൽ ദൂതേറ്റെടുത്തും നിന്റെ അവസ്ഥയ്ക്ക് മാറ്റം വരും. വ്യവസ്ഥയിലേക്ക് നീ ഇന്ന് രാത്രി കയറ്. വചനത്തിന്റെ ആഴത്തിലേക്ക് നീ ഇന്ന് രാത്രി കയറ്. വചനത്തിന്റെ വെളിപ്പാടിലേക്ക് നീ ഇന്ന് രാത്രി കയറ്. നിന്റെ അവസ്ഥ ഏതുമായിക്കൊള്ളട്ടെ, ദൈവം പറയുന്നത് ചെയ്യാൻ തയ്യാറാണെങ്കിൽ, ഏത് മരണ നിഴലിന്റെ താഴ്വരയായിരുന്നാലും, ഏത് അസ്ഥി സമാനമായ വിഷയമായിരുന്നാലും, നിന്റെ ജീവിതത്തിൽ ഒരു സൈന്യത്തെ പുറത്തു കൊണ്ടുവരാൻ ദൈവത്തിന് കഴിയും. ആണ്ടുകൾ കഴിയുന്നതിന് മുമ്പേ നിന്റെ പ്രവൃത്തിയെ ജീവിപ്പിക്കണമേ എന്ന പ്രാർത്ഥന ഇന്ന് രാത്രി നീ പ്രാർത്ഥിക്കാൻ തയ്യാറാണെങ്കിൽ, നിന്റെ അവസ്ഥയ്ക്ക് മാറ്റം വരുത്തി നീ കടന്നു പോകുന്ന സാഹചര്യം ചലനമറ്റു കിടക്കുന്ന, ഒരിക്കലും പുറത്തു വരത്തില്ലെന്ന് പറഞ്ഞ അവസ്ഥയിൽ ആയിരുന്നാലും അതിന്റെ നടുവിൽ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുക തന്നെ ചെയ്യും. Praise the Lord. Glory to Jesus. Glory to Jesus. ആമേൻ. ഈ സഭ എന്ത് ചെയ്തു? ആമേൻ, ആത്മാവിന്റെ ഫലങ്ങളെ മിസ്യൂസ് ചെയ്യാൻ തുടങ്ങി. ഇതിനെ കൺഫ്യൂഷൻ ഇട്ട്, പ്രൈഡ് ഇട്ട്, ഇതിനെ വേണ്ട രീതിയിൽ ഉപയോഗിക്കാൻ കഴിയാതെ വന്നപ്പോൾ, ഇതിനെ വേണ്ട രീതിയിൽ യൂസ് ചെയ്യാൻ കഴിയാതെ വന്നപ്പോൾ, പൗലോസ് വേദനയോടെ പൗലോസ് ലേഖനം എഴുതുക. എഫെസോസിൽ ഇരുന്നുകൊണ്ട് കൊരിന്തിന് ലേഖനം എഴുതുക. കൊരിന്ത് സഭയെ നിങ്ങൾ ആത്മാവിൽ മടങ്ങി വാ. പരിശുദ്ധാത്മ സാന്നിധ്യത്തിലേക്ക് മടങ്ങി വാ. ഒരപ്പന്റെ ഹൃദയമുള്ളവൻ ഹൃദയവേദനയോടെ ദൈവജനത്തോട് പറയാം, മക്കളോട് പറയാം, മക്കളെ മടങ്ങി വാ. എനിക്കറിയാം 17ാമത്തെ ദിവസം ഉപവാസ പ്രാർത്ഥന ഇതൊന്നുമല്ല നിങ്ങൾ പ്രതീക്ഷ. ഞാൻ ഇതിനേക്കാൾ ദൂത് പറയുന്ന വ്യക്തിയാണ്. ബിനാൻഡിക്ക് അറിയാം. നല്ല ശക്തമായ പരിശുദ്ധാത്മാവിനോട് പറഞ്ഞ ഞാൻ വിശ്വസിക്കുക, എന്റെ പേരിൽ പകർന്നിരിക്കുന്ന പ്രവാചക അഭിഷേകത്തിൽ നല്ല രീതിയിൽ ദൂത് പറയുന്ന ഒരു വ്യക്തിയാണ്. പരിശുദ്ധാത്മ എന്ത് പറയുന്നു അതുപോലെ പറയുന്ന വ്യക്തിയാണ്. ഇന്ന് രാത്രി നിങ്ങൾ പലരും ചിന്തിക്കും, ദൈവമേ ഈ 17ാമത്തെ രാത്രിയിൽ ഈ ദൈവദാസൻ ഇന്ന് വന്നത് ഞങ്ങളെയൊക്കെ നൂറക്കാനാണോ, നൂറ്റാനാണോ? പരിശുദ്ധാത്മാവ് പറഞ്ഞ് തരുന്ന ദൂത. ഇതിന്റെ കൂടെ പരിശുദ്ധാത്മാവ് അടുത്ത പ്രവചന ശബ്ദവും പുറത്തു കൊണ്ടുവരും. ഇന്ന് രാത്രി പ്രാർത്ഥനയോടെ നിൽക്കാൻ തയ്യാറാണെങ്കിൽ, ആവശ്യത്തിന് സമയം ആര്യ വന്നിട്ടുണ്ട്. ഇന്ന് രാത്രി ദൈവത്തിന് തൊടേണ്ടതിനെ ദൈവം തൊടും. ദൈവത്തിന് തൊടാൻ ഈ സത്യത്തിൽ ദൈവം സ്പർശിക്കുന്നത്. പ്രവാചകനോട് പറഞ്ഞു, പ്രവാചകനെ നീ എഴുന്നേറ്റ് കുശവന്റെ വീട്ടിലേക്ക് പോകാൻ പറഞ്ഞു. പ്രവാചകൻ അവിടെ ചെല്ലുമ്പോൾ പ്രവാചകൻ കാണുന്ന ഒരു കാഴ്ച ഇതാണ്. കുശവൻ എന്ത് ചെയ്യുക? മണ്ണുകൊണ്ട് ഒരു പാത്രം ഒരു കളിമൺ പാത്രം നിർമ്മിച്ചുകൊണ്ടിരിക്കുക. സത്യത്തിൽ പലരും എന്ത് ചെയ്തുകൊണ്ടിരിക്കുക? ഈ ചക്രത്തെ ഇരിക്കുക. അവിടെ കാണുന്ന കാഴ്ച ഇതെങ്ങനെയാണ്? പ്രവാചകൻ നോക്കിക്കൊണ്ടിരിക്കുമ്പം പാത്രം നല്ല മനോഹരമായിട്ട് ഇങ്ങനെ പണിത് വരുമ്പോ ഈ എവിടെ വെച്ചോ ഈ പാത്രം എന്ത് ചെയ്തു? ചീത്തയായി. പ്രവാചകൻ എന്ത് ചെയ്തു? നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഈ കുശവൻ കാണിക്കുന്ന ഒരു കാഴ്ച ഇതാ. നമുക്കറിയാം, തനിക്കിഷ്ടമുള്ള ബോധിപ്പിച്ചതുപോലെ മറ്റൊരു നിലവാരത്തിലേക്ക് അതിനെ വീണ്ടും റീബിൽഡ് ചെയ്യുക. ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, 17ാമത്തെ രാത്രി ഞാൻ പറയട്ടെ, 34ാമത്തെ മീറ്റിംഗ് അല്ലേ, 34ാമത്തെ സെഷനിൽ ഞാൻ പറയട്ടെ, നിന്നെ ദൈവം റീബിൽഡ് ചെയ്യാൻ പോവുക.
അമ്മ നിന്നെ റീബിൽഡ് ചെയ്യാൻ പോവുക, നിന്നെ റീസ്റ്റോർ ചെയ്യാൻ പോവുക. ഇന്ന് രാത്രിയിൽ പ്രവചനാത്മാവ് ഞാൻ പറയാം, ചിലരെ നോക്കി ആത്മാവിൽ ദൂത് പറയാൻ പോവുക, നിന്നെ റീബിൽഡ് ചെയ്യാൻ, നീ ഇരിക്കുന്ന മണ്ണിൽ നിന്നെ റീബിൽഡ് ചെയ്യാൻ, നിന്നെ റീസ്റ്റോർ ചെയ്യാൻ. ഓറമോന ഹസിയാന്തര പ്രാർത്ഥിക്കാൻ കഴിയുന്നവരെല്ലാം പ്രാർത്ഥിച്ചേ. എന്നോട് ശക്തമായൊരു ദൂത് പറയാൻ പറയുന്നു, ചിലരെ റീസ്റ്റോർ ചെയ്യാൻ, റീസ്റ്റോർ ചെയ്യാൻ. ബിജോയ് ബ്രദറെ ആത്മാവിൽ ആ ദൂത് കൈമാറുന്നത് കേട്ടോ. അഭിഷക്തനെ നിങ്ങളെ നോക്കി അമേൻ ഞാൻ ദൂത് പറയാൻ പോവുക. അമേൻ ഈ ദൈവത്തിന് റീസ്റ്റോറേഷൻ നടപ്പാൻ, നിന്റെ ലൈഫിൽ റീസ്റ്റോറേഷൻ നടത്താൻ, നിന്റെ കുടുംബത്തിന്റെ അകത്ത് റീസ്റ്റോറേഷൻ നടത്താൻ. ആമേൻ റാസ്മിയ ഹഡോധീരി വൈഷ്മനാദിയാം. ആമേൻ ഈ ദൈവത്തിന് നഷ്ടമായി, ആമേൻ നമ്മൾ നഷ്ടമായി പോയെന്ന് പറയുന്നതിന് തിരിച്ചു ദൈവത്തിന് റീബിൽഡ് ചെയ്ത് പുറത്തു കൊണ്ടുവരാൻ കഴിയും. ആമേൻ ആമേൻ ബിനാൻഡി ദൈവത്തിന് ആമേൻ ചിലതിന് ഇല്ല എന്ന് പറയുന്ന ചിലതിനെ ദൈവത്തിന് വിളിച്ചു വരുത്താൻ കഴിയും. എന്നോട് പരിശുദ്ധന്മാ അങ്ങനെ ദൂതിലേക്ക് കയറ്റുക കേട്ടോ, അങ്ങനെ ദൂതിലേക്ക് കയറ്റുക. അമേൻ ഈ ദൂതന്മാര് അമേൻ 3 ദൈവപുരുഷന്മാര് എന്ത് ചെയ്തു? അബ്രഹാമിന്റെ ഭവനത്തിലൂടെ ഇങ്ങനെ പാസ് ചെയ്യുക. അബ്രഹാം ഇത് കണ്ടപ്പോൾ തന്നെ ഓടിച്ച് വീട്ടിലോട്ട് കയറ്റി. എന്നോട് പെട്ടെന്ന് ദൂത് അങ്ങോട്ട് പോകുന്നു, തിരിയുക ഓടിച്ച് അകത്തോട്ട് കയറ്റിയപ്പം അമേൻ ഈ ദൂതം ഇവരെ കണ്ടപ്പോൾ തന്നെ അബ്രഹാമിന് ഭയങ്കര സന്തോഷം. അവരെ വീട്ടിൽ കൊണ്ടുവന്ന് എന്ത് ചെയ്തു? നല്ല രീതിയിൽ സൽക്കരിച്ചു. അമേൻ നല്ല രീതിയിൽ എന്ത് ചെയ്തു? സൽക്കരിച്ചപ്പോഴത്തേനും ഇവർ പോകാൻ സമയമായപ്പം ഇവരൊറ്റ ബ്ലെസ്സിങ്, അടുത്ത വർഷം അടുത്തയാണ്ടിൽ അമേൻ ഇതൊരു ദൂത, അടുത്തയാണ്ടിൽ നീ നശിച്ചുപോയി നീ കാണത്തില്ല എന്ന് പറഞ്ഞ ചിലതിനെ അവൻ അടുത്തയാണ്ടിൽ നിന്റെ കരുത്തിൽ തരാൻ പോവുകയാണ്. ഓ ജോബ്രദറെ അടുത്തയാണ്ട് നീ കാണത്തില്ല എന്ന് പറഞ്ഞ ചില വിടുതൽ അവൻ നിനക്ക് ലഭിക്കത്തില്ല എന്ന് പറഞ്ഞ ചില വിടുതൽ അവൻ ഇന്ന് രാത്രിയിൽ അവൻ വിജയ ബ്രദറോട് മാത്രമല്ല ഇതിന്റെ അകത്തിരിക്കുന്ന ചില വ്യക്തികളെ നോക്കി ആത്മാവിൽ ഞാൻ ദൂത് പറയുക, നടക്കത്തില്ല, അവൻ സംഭവിക്കത്തില്ല, അവൻ ഇതൊരിക്കലും എന്റെ ജീവിതത്തിൽ അസാധ്യമെന്ന് പറഞ്ഞ മേഖലകളിൽ ദൈവത്തിന്റെ പ്രവൃത്തി ലിനി മോൻസി എന്ന് പറയുന്ന ഡിവൈസിലേക്ക് ദൈവദാസിയോട് ഞാൻ പറയാം, നടക്കത്തില്ല, സംഭവിക്കത്തില്ല എന്ന് പറഞ്ഞ മേഖലകളിൽ നീതു ഡെന്നി എന്ന് പറഞ്ഞിരിക്കുന്ന ആ സിസ്റ്ററോടും പരിശുദ്ധാത്മ പറയും നടക്കത്തില്ലെന്ന് പറഞ്ഞ് നീ വിധി എഴുതിയ ചില മേഖലകളിൽ പരിശുദ്ധാത്മനോട് ദൂത് പറയുന്നു. ദൈവം വിളിച്ചു വരുത്തുന്ന ചില സീസൺ രാജി ജേക്കബ് അവൻ നീ ഏറ്റെടുത്തോ. ഇന്ന് രാത്രി നിന്നോട് ദൂത് പറയുക, വചനത്തോട് പ്രതികരിച്ചു തുടങ്ങിക്കോ. ഇന്ന് രാത്രി ദൈവം ചിലതിനെ സൃഷ്ടിച്ച് പുറത്തു കൊണ്ടുവരുന്ന, ദൈവം ചിലതിനെ നിർമ്മിച്ചു പുറത്തു കൊണ്ടുവരുന്ന പരിശുദ്ധങ്ങൾ ശക്തമായി ഇടപെടുന്നു. ഇന്ന് രാത്രി ചിലതിന്റെ ശരീരങ്ങളിൽ ചില വ്യക്തികളുടെ ശരീരങ്ങളിൽ ചില അവയവങ്ങളെ വെച്ചു പിടിപ്പിക്കുന്ന രാത്രിയ. ശക്തമായി ചില സഹോദരിമാരെ പരിശുദ്ധാത്മാവ് തൊടുന്നുണ്ട്. ഇന്ന് രാത്രി ഉപവാസ പ്രാർത്ഥനയുടെ 17ാമത്തെ രാത്രിയിൽ ചില ദൈവദാസിമാരെ ദൈവം തൊടുക. അഭിഷക്ത കുടുംബങ്ങളെ നോക്കി ഞാൻ ആത്മാവിൽ പ്രവചിച്ചു പറയുക. വീണ്ടും ബിജോയ് ബ്രദറിലേക്ക് ദൂത് വരിക. അഭിഷക്ത കുടുംബങ്ങളെ നോക്കി അവൻ നിങ്ങൾ ദൈവദാസനാണോ ഭാഷയാണോ എന്ന് എനിക്കറിയത്തില്ല. കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി ദൈവ ശക്തമായി ഉപയോഗിക്കുവാൻ അവൻ നിങ്ങൾ പാസ്സാണോ എന്ന് എനിക്കറിയത്തില്ല, അവൻ ശുശ്രൂഷകനാണോ എന്ന് അറിയത്തില്ല, നിങ്ങളുടെ പേരിൽ പോലും അവൻ പാസ് പോലും കാണുന്നില്ല. പക്ഷെ എന്നോട് പരിശുദ്ധാത്മ പറയുന്നു, നിങ്ങളെ കർത്താവ് ശക്തമായി വിശ്വാസത്തോടെ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നിന്റെ ശരീരത്തിൽ അസാധാരണമായി ദൈവസ്ഥാനത്ത് മൂടുന്നെന്ന് നിനക്ക് സഹിക്കാൻ കഴിയുന്നതിനപ്പുറമായി ഒരു പുതപ്പ് വീഴുക ഇന്ന് രാത്രിയിൽ. നീ ദേശം വിട്ട് നാട് വിട്ട് വീട് വിട്ട് വിശ്വാസത്തോടെ ഇറങ്ങിയ മണ്ണിൽ നിന്നെ മാനിക്കാൻ ദൈവം ഇറങ്ങി വരിക. Glory to Jesus. നിനക്ക് സല്യൂട്ടേഷൻ വീഴും. അവൻ നിന്നെ ഹോണർ ചെയ്യിപ്പിക്കാൻ ദൈവം ചിലതിനെ ആ മണ്ണിൽ എഴുന്നേൽപ്പിക്കുമെന്ന് നിന്നെ നിന്ദിച്ചവരുടെ മുമ്പിൽ. Glory to Jesus.
യെസ്, ഗ്ലോറി ടു ജീസസ്. അഭിഷക്തന്മാരെ, അവൻ എന്നും എന്നും അവൻ എന്നും വേദനിക്കാനല്ല, എന്നും ഭാരപ്പെടാനല്ല ദൈവം തന്നെ വിളിച്ചത്. ഡേവിഡ് പാസേ, ആത്മാവിൽ ദൂത് ഞാൻ പറയുക. അഭിഷക്തന്മാരെ, അവൻ ആത്മാവിലെ ദൂത് കൈമാറുന്നേ. 2025 വേദന നീ അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ 26 വേദന കൊണ്ട് കയറാനല്ല നിന്നെ. നിന്നെ 2026 വേദന കൊണ്ട് കയറാനല്ല ദൈവം തന്നെ വിളിച്ചത്. അവൻ ഇതിന് പരിഹാരം നടത്താൻ, നിനക്കതിന് വിധി പറഞ്ഞവരുടെ മുമ്പിൽ, നിനക്കതിന് ഉയരപ്പില്ലെന്ന് പറഞ്ഞവരുടെ മുമ്പിൽ ദൈവത്തിന്റെ മാന്യതയോടെ പുറപ്പെടാൻ. വേഗത്തിൽ എന്നോട് പരിശുദ്ധ വചനം എടുക്കാൻ പറയുക. വേഗത്തിൽ ഇതൊന്നും ഞാൻ എഴുതി വെച്ച വാക്യമല്ല. എന്നാൽ പരിശുദ്ധ എന്നോട് പറയുന്നു 23-ാം സങ്കീർത്തനത്തിൽ ഇങ്ങനൊരു വാക്യമുണ്ട്. അതിന്റെ 5-ാമത്തെ വാക്യം, എന്റെ ശത്രുക്കൾ കാണുക നീ എനിക്ക്. ഡേവിഡ് പാസേ, എന്റെ ശത്രുക്കൾ കാണുക. അഭിഷക്തനെ, എന്റെ ശത്രുക്കൾ കാണുക നീ എനിക്ക് വിരുന്നൊരുക്കുന്നു. ആമേൻ, ആമേൻ. നീരസിസ്റ്റർ, ആ ദൂത് നിങ്ങൾ എഴുതി വിട്ടോട്ടോ. എന്റെ ശത്രുക്കൾ കാണുക നീ എനിക്ക് വിരുന്നൊരുക്കുന്നു. ആമേൻ. ഈ ദാവീദോട് ചോദിച്ചു, എന്തിനാ ദാവീദ് അങ്ങനെ സംഭവം എഴുതി ചേർത്തത്? സങ്കീർത്തനത്തിൽ ദാവീദ് പറയും, അപ്പൻ തള്ളി, ആമേൻ, സഹോദരന്മാര് തള്ളി, ആമേൻ, ഇനി ആരെങ്കിലും ഉണ്ടോ എന്ന് അവൻ ഈ അഭിഷക്തൻ പുരോഹിതൻ പ്രവാചകൻ ചോദിച്ചപ്പോ ഇനി ഒരുത്തരുണ്ട്, അവൻ കാട്ടിക്കിടക്കുക. അടുത്ത പദം, ആപം വന്നിട്ടല്ലാതെ അവൻ പന്തിയിൽ ഞാൻ ഇരിക്കത്തില്ല. വിരുന്നൊരുക്കിയപ്പോൾ ബിനാൻഡി, അവൻ ഈ ഇശായി വിരുന്നൊരുക്കിയപ്പോഴേ ദാവീദ് വിരുന്നിലില്ല. അവൻ ഈ വിരുന്നൊരുക്കിയപ്പം ബിജുങ്ങളെ, അവൻ വിരുന്നിന്റെ സംഭവം, ഇൻവിറ്റേഷൻ ദാവീദിന് കിട്ടിയില്ല. വീട്ടിൽ വിരുന്ന് നടക്കുമ്പോൾ അവൻ കാട്ടില്ല. ഇതൊന്ന് മനസ്സിലാവുന്നുണ്ടോ? ഇതൂത് ഞാൻ പറയുന്ന ഇതൂത് മനസ്സിലാവുന്നുണ്ടോ? അവൻ വീട്ടിൽ വിരുന്ന് നടക്കുമ്പം ദാവീദ് കാട്ടില്ല. ബാക്കിയുള്ള അച്ചച്ചന്മാരും കുഞ്ഞമ്മമാരും കൊച്ചമ്മമാരും എല്ലാം വന്നിരിക്കുക, എല്ലാ സെൻട്രൽ പാസ്മാരും ഉണ്ട്. പക്ഷെ ഇരിക്കേണ്ടവൻ എവിടെയാ? കാട്ടില്ല. നിയോഗമുള്ളവൻ കാട്ടില്ല. അവൻ നിയോഗം കിട്ടിയവൻ കാട്ടിക്കിടക്കുക. അവനെ വിളിച്ചില്ല. അവൻ കാട്ടിക്കിടക്കുക. അപ്പം ശമൂവേൽ എന്ന് പറയാം, അവൻ വന്നിട്ടല്ല ഞാൻ പന്തിയിരിക്കത്തില്ല. എടാ, എനിക്ക് വേണ്ടിയല്ല നീ വിരുന്നൊരുക്കിയേ. ഇശായിയെ, നീ ശമൂവേലിന് വേണ്ടിയല്ല വിരുന്നൊരുക്കിയേ. ഇവന് വേണ്ടിയല്ല നീ വിരുന്നൊരുക്കിയേ. അവൻ ഇരിക്കണമെങ്കിൽ ആരോടെ ഞാൻ ഈ ദൂത് പറയുന്നേ? അവൻ ഇരിക്കണമെങ്കിൽ നീ വരണമെന്ന്. നീ പലയിടത്തും ഔട്ടായില്ലേ? സാരമില്ലെന്ന്. ഔട്ടായവൻ വന്നിട്ടല്ലാതെ വിരുന്ന് സ്റ്റാർട്ട് ആകത്തില്ല. ഔട്ടായവൻ വന്നിട്ടല്ലാതെ. ജീസസ്, ഗ്ലോറി ടു ജീസസ്, ഗ്ലോറി ടു ജീസസ്, ഗ്ലോറി ടു ജീസസ്. രാത്രിയിൽ ഔട്ടായവൻ അവൻ വീട്ടിൽ നിന്ന് പുറന്തള്ളപ്പെട്ടവൻ അവൻ വരണമെന്ന്. ഇതാണ് പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തി. ഇതാണ് എന്റെ ദൈവത്തിന്റെ പ്രവൃത്തി. ആമേൻ. തള്ളിയ കല്ല് മൂലകല്ലാൻ പോയി. ഇന്ന് രാത്രിയിൽ നിന്നെ തള്ളിയവരെ കണ്ട് നീ വിഷമിക്കണ്ട. നീ ഭാരപ്പെടേണ്ട. ഇത് എന്നോടുള്ള ദൂതാണ്. നിന്നെ തള്ളിയെന്നോർത്ത് നീ ഓർത്ത് കരയേണ്ടെന്ന്. നീ കരയണ്ട. നിനക്ക് വേണ്ടി അശ്വരി ചിഹ്നമുള്ള കപ്പൽ പൗലോസിനെ തേടി മെരീപ്പയിൽ വന്നതുപോലെ നിനക്ക് വേണ്ടി. ജീസസ്, യെസ്, നിനക്ക് വേണ്ടിയുള്ള ഒരു കപ്പൽ. നിനക്ക് വേണ്ടി മാത്രമായി അസൈൻ ചെയ്ത കപ്പൽ. ഞാൻ എഴുതി വെച്ച ദൂത് അവിടെ കിടക്കുന്നത് വേറെ ദൂതിലേക്ക് പോവുക. ഉച്ചോട്ടെ ഞങ്ങൾ ഇങ്ങനെ ഇരിക്കുവോ, ഞങ്ങൾ രണ്ടുപേരും. കർത്താവേ, ഞാൻ ഈ ന്യൂ ഇയറിനോടനുബന്ധിച്ച് കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ ഒരു കമ്പൈൻ സർവീസ് ഉണ്ടായിരുന്നു. അപ്പൊ ഈ കമ്പൈൻ സർവീസില് പരിശുദ്ധാത്മ ശക്തമായി ഇടപെട്ടു. ഭയങ്കര ആരാധന നടക്കുക. അപ്പം ഈ ആരാധന മധ്യയില് ഞാൻ അവസാന സെഷനാണ്. പ്രാർത്ഥിച്ചു കയറാൻ നോക്കി. ഏകദേശം 10:30 മണിയായി. ഈ രാത്രിയ പ്രാർത്ഥിച്ചു തീർക്കാൻ വേണ്ടി ഞാൻ കയറി നിൽക്കുക. പെട്ടെന്ന് പരിശുദ്ധാത്മാവിനോട് പറയുന്നു, സകലവിധ കൃപാവരങ്ങളിൽ കുറവില്ലാത്തൊരു തലമുറ എഴുന്നേൽപ്പിക്കാൻ പോകും. ഈ ദൂത് പറഞ്ഞില്ല ബിജോ പാസ്റ്റേ. ഞാൻ പാസ്റ്റർ എന്ന് വിളിക്കുക. നിങ്ങൾ പാസ്റ്റർ ആണെന്ന് എനിക്കറിയത്തില്ല. പാസ്റ്റർ എന്ന് വിളിക്കുക, പേര് അങ്ങ് കൽപ്പിക്കുക. ദേവദാസന് ഞാൻ ഈ കാര്യം ഒന്ന് പറഞ്ഞു. ഈ കാര്യം ഒന്ന് പറഞ്ഞു. പരിശുദ്ധമോ ചലിക്കാൻ തുടങ്ങി. മീറ്റിംഗ് കഴിഞ്ഞത് ഞാൻ വീട്ടിൽ വന്നത് പിറ്റേ ദിവസം രാവിലെ 3 മണിക്കാണ്. പ്രാർത്ഥിച്ച് വൈൻഡപ്പ് ചെയ്യാൻ പറ്റണ്ടേ? മൈക്ക് അവിടെ വെച്ചിട്ട് ഞാൻ
പോയി ഇരിക്കുകയല്ലാതെ വേറെ പരിപാടി നടക്കുന്നില്ല. ആരാധന അന്തരീക്ഷം വെളിപ്പെടാൻ തുടങ്ങി. എന്നോട് പരിശുദ്ധാന്ന് പറഞ്ഞു, ഇനി 2026 എഴുന്നേൽക്കുന്നുണ്ടെങ്കിൽ, അമേൻ, 2026 സഭയ്ക്ക് തരുന്നുണ്ടെങ്കിൽ, അമേൻ, അഭിഷേകമുള്ളവൻ മതി. മനസ്സിലായില്ല? അമേൻ, കൈയടിക്കാൻ പറയട്ടെ, മനസ്സിലായി? ഒരു പദം കൂടെ പറഞ്ഞിട്ട് വരും. അമേൻ, 2026 അമേൻ, അഭിഷേകമുള്ളവൻ കയറിയാൽ മതി. അമേൻ, ജഡീകന്മാരെ ദൈവത്തിന് ആവശ്യമില്ല. ഒന്നെങ്കിൽ നീ ശീതവാനായി ജീവിക്കുക, അല്ലെങ്കിൽ ഉഷ്ണവാനാക്കുക. ഇത് രണ്ടും കൂടെ വെച്ചുള്ള പരിപാടി സഭയ്ക്കകത്ത് വേണ്ട. വെട്ടാൻ പോവുക. പിന്നെ ചിലതിനെ വെട്ടാൻ പോവുക ദൈവം. അമേൻ, ചിലതിനെ വെട്ടാൻ പോവുക. ഞാൻ ഈ പന്തക്കോസിന്റെ അകത്ത് ജഡീകന്മാരുടെ അമേൻ വസ്ത്രമിട്ടുകൊണ്ട് ഇത് പറയുമ്പോഴത്തേനും വിഷമം തോന്നിയ സാരമില്ല. അമേൻ, ഉപവാസ പ്രാർത്ഥന ഇരിക്കുകയല്ലേ. 2026 കർത്താവേ ഞങ്ങൾക്ക് അധിക കൃപാവരങ്ങൾ ജ്വലിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുകയല്ലേ. ഞാൻ ആത്മാവിലാ പറയുന്നേ. എത്ര പേരുണ്ട്? അമേൻ, 80 പേരുണ്ട്. 80 ഡിവൈസ് ഉണ്ട്. അമേൻ, ഒരു നല്ല കോൺഗ്രിഗേഷനോട് ഇന്ന് രാത്രി ദൂത് പറയുന്നേ. അമേൻ, ഇത്രയൊക്കെ സാധാരണ ജോയിൻ ചെയ്യാറുണ്ടല്ലേ. അമേൻ, ഗോഡ് ബ്ലെസ് യു. അമേൻ. അപ്പൊ 80 ഏകദേശം 10 എങ്ങനെ പോയാലും 2 പേര് വെച്ച് കൂട്ടിയാലും 150 പേർക്ക് മുകളിലുണ്ട്. നല്ല കോൺഗ്രിഗേഷനാണ്. 150 നന്നായ. അമേൻ, ഈ കാലഘട്ടത്തിൽ ദൈവത്തിനാവശ്യം ഒറ്റൊരെണ്ണത്തെ മതി. ഒറ്റെണ്ണത്തെ ദൈവത്തിന് കിട്ടിക്കഴിഞ്ഞാൽ ഒറ്റ ദൂതം മതി. അമേൻ, കുന്നൊന്ന് കുന്ന് രണ്ടെന്ന് പറഞ്ഞ് മാറ്റാൻ. അമേൻ, അതുപോലെ ഈ 150 കത്താൻ തയ്യാറാണെങ്കിൽ, അമേൻ, ഈ കാലഘട്ടത്തിൽ ദൈവത്തിന് ആവശ്യം കൃപാവരങ്ങൾ കുറവില്ലാത്തൊരു തലമുറയാണ്. പാപത്തിന് കോംപ്രമൈസ് ചെയ്യുന്നവനല്ല. അമേൻ, സഭയ്ക്കെതിരെ അമേൻ വിധി പറയുന്നവനല്ല. അമേൻ, പ്രൈഡ് ഇട്ടുകൊണ്ട് അഹങ്കാരത്തിന്റെ ശബ്ദം സഭയ്ക്കകത്ത് പറയുന്നവനല്ല. അമേൻ, ഈ പ്രവചനം എന്ന പേരിൽ അമേൻ സ്വന്തം വായിക്ക് വരുന്ന പദങ്ങൾ പറയുന്നവനെ അല്ല ദൈവത്തിന് ആവശ്യം. അമേൻ, കാശുള്ളവനെ ചേർത്ത് പിടിക്കുകയും അമേൻ സമ്പത്ത് കുറഞ്ഞവനെ മാറ്റി നിർത്തുന്നതിന് ദൈവത്തിന് ആവശ്യമില്ല. അമേൻ, ദൈവ സ്നേഹത്തിൽ നിൽക്കുന്ന ഒരു തലമുറയെ ദൈവത്തിന് ആവശ്യമുണ്ട്. അമേൻ, ഈ സംഗതി ഇങ്ങനെ ഒരു വാക്യമുണ്ട്, ഭക്തന്മാരുണ്ടോ എന്ന് ദൈവം നോക്കിക്കൊണ്ടിരിക്കുക. സത്യമാ, ഈ കാലഘട്ടത്തിൽ നോക്കിക്കൊണ്ടിരിക്കുക ദൈവം. അമേൻ, ഭക്തിയുടെ വേഷമണിഞ്ഞ് നിൽക്കുന്ന ഒരു തലമുറയെ ദൈവം വെട്ടി ദൈവത്തിന് പ്രയോജനമുള്ള ദൈവത്തിന്റെ അമേൻ ഇഷ്ടത്തിനനുസരിച്ച് ദൈവിക അമേൻ അധികാരങ്ങളിൽ നിൽക്കുന്ന, ദൈവിക ഇഷ്ടത്തിൽ നിൽക്കുന്ന, ദൈവിക ദൂതുകൾക്ക്, ദൈവിക ശബ്ദങ്ങൾക്ക് ഇടം കൊടുക്കുന്ന ഒരു തലമുറയെ ദൈവത്തിന് ആവശ്യമുണ്ട്. അമേൻ, പ്രൈസ് ദി ലോർഡ്. എന്തുകൊണ്ടാ പൗലോസ് ഇങ്ങനെ ഒരു പദം പറഞ്ഞത്? സകലവിധ കൃപാവരങ്ങളിൽ ഒരു കൃപാവരങ്ങളിൽ കുറവില്ലാത്തവരായി നിങ്ങൾ തീരണമെന്ന്. അമേൻ. വിശുദ്ധ വേദപുസ്തകത്തിൽ ഉൽപ്പത്തി പുസ്തകം എടുത്ത് പരിശോധിച്ചാൽ ദൈവ സാന്നിധ്യത്തിൽ ദൈവത്തോട് ദിനം പ്രതി സംസാരിച്ചു കൊണ്ടിരുന്ന ആദിമ പിതാക്കന്മാരായ ആദാമിനെയും ഹവ്വയെയും തെറ്റിക്കാൻ പിശാച് എന്ത് ചെയ്തു? ഫിസിക്കലി കയറി വന്നു. സത്യമല്ലേ? നിങ്ങൾ വേദപുസ്തകം ഒന്നും വായിച്ചിട്ടില്ലേ? ഏദൻ തോട്ടം എന്ന് പറയുന്നത് ദൈവ സാന്നിധ്യം, ദൈവം ദിവസവും നടക്കുവാൻ, സംസാരിപ്പാൻ, അമേൻ, കൂടെയിരുന്ന അമേൻ കാര്യങ്ങൾ ചോദിച്ചറിയാൻ വരുന്ന ഒരു അനുഗ്രഹിക്കപ്പെട്ട ഒരു മേഖലയല്ലായിരുന്നു, ഒരു അന്തരീക്ഷമല്ലായിരുന്നു ഏദൻ തോട്ടത്തിൽ ഉണ്ടായിരുന്നത്. ഈ ഏദൻ തോട്ടത്തിൽ ആര് കയറി വന്നു? പിശാച് കയറി വന്നു. അങ്ങനെയെങ്കിൽ അടുത്തൊരു ചോദ്യം ചോദിക്കുക. ആമേൻ, ലോകത്തിൽ ജീവിക്കുന്ന എന്നെയും നിന്നെയും തേടി എത്ര പ്രാവശ്യം പിശാച്, അതുകൊണ്ടാ ഇങ്ങനെ വാക്യം, അലറുന്ന സിംഹം എന്ന പോലെ ആരെ വിഴുങ്ങേണ്ടു എന്ന് എന്ത് ചെയ്തുകൊണ്ടിരിക്കുക? പിശാച് ഊടാടി നോക്കിക്കൊണ്ടിരിക്കുക. ഈ തലമുറയിൽ പൗലോസ് പറയാ, ഈ കാലഘട്ടത്തിൽ നിനക്കാവശ്യം ആമേൻ കൃപാവരങ്ങൾ കുറവില്ലാത്തവരായി തീരുക. ആമേൻ, ആമേൻ, കൃപാവരങ്ങളിൽ കുറവില്ലാത്തവരായി തീരുക. എന്താ ഈ കൃപാവരങ്ങൾ എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത്? ആമേൻ, കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 12-ാം അധ്യായത്തിൽ, റോമാലേഖനം
12 അധ്യായത്തിലൊക്കെ ആമേൻ the manifestation of the spirit is given to each one for the profit for all. ആമേൻ. ഇവിടെ എഴുതിയിരിക്കുന്ന എല്ലാവർക്കും ആമേൻ. ഇനി റോമാലേഖനം 12 അധ്യായം 6 വാക്യം, having then gifts differing according to the grace that is given to us. ആമേൻ. ഓരോരുത്തരുടെ കൃപകൾക്കനുസരിച്ച്, ഓരോരുത്തരുടെ പ്രാപ്തിക്കനുസരിച്ച് വരങ്ങൾ നൽകുന്നു. ആമേൻ. സ്പിരിച്വൽ ഗിഫ്റ്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ കൃപാവരം എന്ന് പറയുന്നത് ഇസ് എ സൂപ്പർ നാച്ചുറൽ എബിലിറ്റിയാണ്. ആമേൻ. മാനുഷികമായി നിനക്ക് പ്രവർത്തിക്കാൻ കഴിയാത്ത മേഖലകളിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇറങ്ങി കാര്യങ്ങൾ ക്രമീകരിക്കുന്ന ഒരു സൂപ്പർ നാച്ചുറൽ എബിലിറ്റിയാണ് കൃപാവരങ്ങൾ. ആമേൻ. ഇപ്പൊ നമ്മളെ ചിന്ത കൃപാവരം എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് ഓടി വരുന്നത് ആമേൻ ഭൂതശാന്തി, ആമേൻ രോഗശാന്തി, പിന്നെ പ്രവചനം, അല്ലേ? സത്യത്തിൽ ഇതുകൊണ്ട് ആ ഒരു മേഖലയിൽ നിന്ന് ഒരു കാര്യം എനിക്ക് പറയാനുണ്ട് ബിജ. ആമേൻ. ഒരാൾ രോഗശാന്തിയിൽ ഒരു കൃപാവരം കിട്ടിക്കഴിഞ്ഞാൽ ഇപ്പം പുള്ളി അതിനകത്ത് സ്പെഷ്യലിസ്റ്റാണ്, രോഗശാന്തി വരെ പ്രാപ്തൻ. അതാ ഞാൻ ആദ്യം പറഞ്ഞേ, രോഗശാന്തി വരെ പ്രാപ്തൻ. ഇനി അടുത്തത് പിന്നെ ഭൂതശാന്തി. ഈ സ്പെഷ്യലൈസേഷൻ ഒക്കെ എവിടുന്നാ കൊണ്ടുവന്നേ? ഇവിടെ നാം വായിച്ച ഓരോ കൃപാവരത്തിലും കുറവില്ല. 2 ദൂത് പറഞ്ഞാവും പിന്നെ ഈ ഭൂമിയിലുമല്ല സ്വർഗത്തിലുമല്ല, ഇതിന്റെ ഇടയിൽ ഏതൊരു ഭാഗം ഉണ്ടെങ്കിൽ ഇങ്ങനെ പറന്ന് നടക്കുക. വേർഡ് ഓഫ് വിസ്ഡം. ആമേൻ. ഈ കൃപാവരങ്ങളെ കുറിച്ച് പഠിച്ചു കഴിഞ്ഞാല് ഞാൻ ഇങ്ങനെ ഇന്ന് വൈകിട്ട് ഞാനിങ്ങനെ ചോദിച്ചു, കർത്താവേ ഞാനും ചിന്തിച്ചുകൊണ്ടിരുന്നത്, എന്റെ പൊന്ന് ഉപയോഗിച്ചാ ഞാനും ചിന്തിച്ചുകൊണ്ടിരുന്നത് ഇതൊക്കെ ഉള്ളു എന്ന്. ഞാൻ ഈ വചനം പഠിക്കാൻ തുടങ്ങിയപ്പം കൃപാവരങ്ങളോട് നീണ്ട നിരയാ. ആമേൻ. ഒന്ന് നമുക്ക് പഠിക്കാം, ഒന്ന് ചിന്തിക്കാം. ആമേൻ. 1 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 12 അധ്യായം 8 മുതൽ താഴോട്ടൊന്ന് വായിച്ചേ. ഇന്ന് രാത്രി ഇതിന്റെ അകത്തിരിക്കുന്ന 17ാമത്തെ ദിവസം ഉപവാസത്തിരിക്കുന്നവരോട് പറയാം, കൃപാവരങ്ങളിൽ ഒന്നിൽ പോലും കുറവില്ലാത്തവരായിരുന്നു. ആത്മാവിനാൽ ജ്ഞാനത്തിന്റെ വചനവും വചനം. അടുത്തത് മറ്റൊരുത്തന് അതേ ആത്മാവിനാൽ പരിജ്ഞാനത്തിന്റെ വചനവും നൽകപ്പെടുന്നു. ജ്ഞാനത്തിന്റെ അതേ ആത്മാവിനാൽ വിശ്വാസം. ഒരു മിനിറ്റ്. 1 ജ്ഞാനത്തിന്റെ വചനം, പിന്നെ 2 പരിജ്ഞാനത്തിന്റെ വചനം. വേർഡ് ഓഫ് വിസ്ഡം, വേർഡ് ഓഫ് നോളജ്. ഇന്നത്തെ കാലഘട്ടത്തിൽ വളരെ ആവശ്യമുള്ള സംഭവം വേർഡ് ഓഫ് വിസ്ഡം, വേർഡ് ഓഫ് നോളജ്. വചനത്തിന്റെ പരിജ്ഞാനവും പിന്നെ എന്ത് പറഞ്ഞു എന്നോട് വായിച്ചേ. പരിജ്ഞാനത്തിന്റെ വചനവും നൽകപ്പെടുന്നു. വേറൊരുത്തിന് അതേ ആത്മാവിനാൽ വിശ്വാസം. അപ്പൊ മൂന്നാമത് വിശ്വാസം. അപ്പം വേർഡ് ഓഫ് വിസ്ഡം, വേർഡ് ഓഫ് നോളജ്, വിശ്വാസം. അടുത്തത് മറ്റൊരുവന് അതേ ആത്മാവിനാൽ രോഗശാന്തിയുടെ വരം. അപ്പം ഇതിൽ പെടുന്ന ഒന്നാണ് രോഗശാന്തി വരം. ഇനി അടുത്തത് ഒന്ന് വായിച്ചു. മറ്റൊരുവന് വീര്യപ്രവർത്തികൾ, മറ്റൊരുവന് പ്രവചനം. ആന്റി ഒന്ന് നിർത്തി പോണേ. ഓക്കെ, എനിക്ക് നല്ലോണം നല്ല അതിമനോഹര വചനം വായിച്ചായിരുന്നു, എനിക്ക് ആന്റി ഇഷ്ടപ്പെട്ടു. ആമേൻ. ഒന്ന് വേർഡ് ഓഫ് വിസ്ഡം, വേർഡ് ഓഫ് നോളജ്. ആമേൻ. ചിലതിൽ നിന്നും ഈ 2 സംഭവം ഇല്ല, വാക്കുകളെല്ലാം ഉണ്ട്, പരിജ്ഞാനമില്ല. എന്തോ ചെയ്യണം. ചിലര് ശുശ്രൂഷിക്കാൻ കയറിയ ഭയങ്കര ശുശ്രൂഷയാണ്, പക്ഷെ പറയുന്നത് എന്താണെന്ന് കണ്ടിട്ടില്ല. ചില നമുക്ക് അച്ചായന്മാരെ ഒന്ന് വിടാം, പാവം കുറച്ച് അച്ചായന്മാരെ ഉള്ളൂ. അമ്മേ, ചില ആന്റിമാരുണ്ട്, ആരാധിക്കാൻ നിന്ന് കഴിഞ്ഞാൽ ആരാധന, എന്റെ പൊന്ന് ബിനാൻഡി, ആ ആരാധന കണ്ട സ്വർഗം ഒന്ന് താണിറങ്ങി വരും. ഈ ആരാധന കഴിഞ്ഞു കഴിയുമ്പോൾ ഈ ആന്റിയുടെ അമ്മേ, ചിലരൊക്കെ കഴിഞ്ഞ ദിവസം ഒരു ചർച്ച ചെയ്യാൻ പോയി. അമ്മേ, ഈ ആരാധിക്കുന്ന സമയത്ത് ആന്റിയുടെ നാവുണ്ടോ എന്ന് നോക്കിയാൽ ഈ വെറ്റിലേക്കകത്ത് ചുണ്ണാമ്പ് തേക്കുന്ന പോലെ കൈയൊക്കെ അങ്ങ് സോഫ്റ്റ് ആക്കി ആ കൈയടിയൊക്കെ കണ്ട എൻ്റെ പൊന്നോ എന്ന ആരാധന കഴിഞ്ഞോടെ ആന്റിയുടെ സകലവിധ അന്തരീക്ഷവും മാറി. അമേൻ.
പ്രൈസ് ദ ലോർഡ്. ഇവിടെ അങ്ങനെയുള്ള ആന്റിമാരില്ല. ഒരു ആമേനൊക്കെ പറ. അപ്പം വേർഡ് ഓഫ് വിസ്ഡം, വേർഡ് ഓഫ് നോളജ്. ഇനി അടുത്തത് പറഞ്ഞതാണ് ഈ ഈ അടുത്തത് ഫെയ്ത്ത്, വിശ്വാസം. പ്രവചനം. ഓടിപ്പോവല്ലേ, പയ്യെ പോ നമുക്ക്. അമ്മേൻ പയ്യെ പോ. അമ്മേൻ ആവശ്യത്തിന് ആന്റി സമയം തന്നിട്ടുണ്ട്, നമുക്ക് പയ്യെ പോ. ഒന്ന് വേർഡ് ഓഫ് വിസ്ഡം, വേർഡ് ഓഫ് നോളജ്. രണ്ട് ഈ പറഞ്ഞ പോലെ വിശ്വാസം, പിന്നെ രോഗശാന്തി വരം, പിന്നെ വീര്യപ്രവർത്തികൾ, വർക്കിംഗ് ഓഫ് മിറക്കിൾസ്, അത്ഭുത പ്രവർത്തികൾ. ഇനി അടുത്തത് വായിച്ചോ. മറ്റൊരുവന് പ്രവചനം. പ്രവചനം ഭയങ്കര ശുശ്രൂഷയാണ്. അടുത്തത് അതൊക്കെ നമുക്ക് അറിയാം. മറ്റൊരുവന് ആത്മാക്കളുടെ വിവേചനം. സ്തോത്രം. ഒന്ന് നിൽക്കണേ. ഡിസേണിങ് സ്പിരിറ്റ് എന്ന് പറയുന്നത് ആത്മാവിനെ വിവേചിച്ചറിയാൻ. ഈ കാലഘട്ടത്തിൽ എന്റെ പൊന്നു ദൈവമക്കളെ, ആമേൻ. 78 പേര്. സ്തോത്രം. കുറഞ്ഞു വരുന്നുണ്ട്. ആമേൻ. 78 പേര്. ആമേൻ. ഈ 78 ഡിവൈസ് ഇരിക്കുന്നതുകൊണ്ട് പറയാം, നിങ്ങൾ വേറെ ഒന്നിനു വേണ്ടി പ്രാർത്ഥിച്ചില്ലേ? ഈ കാലഘട്ടത്തിൽ പ്രാർത്ഥിക്കേണ്ട ഒരു വിഷയം ഡിസേണിങ് സ്പിരിറ്റ്, വിവേചിച്ചറിയാൻ. ആമേൻ. നല്ല ശക്തമായ ശുശ്രൂഷ കഴിഞ്ഞ് പുറത്തോട്ട് ഇറങ്ങുമ്പോഴത്തേനും പല പിള്ളേര്, ഈ സഹോദരന്മാരൊക്കെ വരും, ദൈവദാസനെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഞാൻ പറഞ്ഞു, എന്തിനു വേണ്ടി പ്രാർത്ഥിക്കണ്ടേ? അഭിഷേകത്തിനെ ദൈവദാസൻ ശുശ്രൂഷിച്ചതുപോലെ ശുശ്രൂഷിക്കാം. ഞാൻ പറയാം എൻ്റെ പൊന്നു സഹോദരി, ആദ്യം പോയിരുന്ന് പ്രാപിക്കേണ്ട ഒന്നുണ്ട്. രോഗശാന്തിയും ഭൂതശാന്തിയും പ്രവചനവും അതൊക്കെ പ്രാപിക്കുന്നതിന് മുമ്പ്, ആമേൻ, സ്തോത്രം, ഈ വചനം കീറിക്കൊള്ളുന്നുണ്ട്. സ്തോത്രം. ആമേൻ. പ്രാപിക്കേണ്ട ഒരു സംഭവം വിവേചിച്ചറിയാം. ഈ കാലഘട്ടത്തിൽ സത്യമല്ല വീഴ്ച. ആമേൻ. വിവേചിച്ചറിയാം. നമ്മുടെ ഫ്രണ്ടിൽ വരുന്നത് ഏത് ശരി, ഏത് തെറ്റ്. ആമേൻ. നമ്മുടെ തലയിൽ കൈവെക്കുന്നത് ശരിയായ കൈവെപ്പാണോ? ചിലരുണ്ട്, ആര് വന്ന് പ്രാർത്ഥിക്കാൻ നിന്നാലും ഓടിപ്പോയി തലയും കുമ്മിട്ടൊരു നിൽപ്പുണ്ട്. സ്തോത്രം. എണ്ണത്തിൽ കുറവുകൾ കാണുന്നു. പ്രൈസ് ദി ലോർഡ്. വിടുതല ഇന്ന്. ആമേൻ. വിവേചിച്ചറിയാൻ. ഇനി ഒന്ന് പെട്ടെന്ന് വായിച്ചോ. താഴോട്ട്. മറ്റൊരുവന് ആത്മാക്കളുടെ വിവേചനം. വേറൊരുവന് പലവിധ ഭാഷകൾ. അടുത്തത്. മറ്റൊരുവന് ഭാഷകളുടെ വ്യാഖ്യാനം. എന്നാൽ ഇതെല്ലാം പ്രവർത്തിക്കുന്നത് താൻ ഇച്ഛിക്കും പോലെ തന്നെ അവനവന് അതത് വരം പകുത്തു കൊടുക്കുന്ന ഒരേ ആത്മാവ് തന്നെ. കൃപാവരങ്ങളുടെ ഒരു ലിസ്റ്റ് വായിച്ചു. ഇനി അടുത്തൊരു ലിസ്റ്റും കൂടെ, അതും അതിപ്രധാനപ്പെട്ടതാ. റോമാലേഖനം 12-ാം അധ്യായം വായിച്ചാൽ 12-ാം അധ്യായം 7 മുതലുള്ള വാക്യം. റോമാലേഖനം 12-ാം. അപ്പൊ ഇത്രയും കൃപാവരങ്ങൾ മറന്നു പോകരുത് കേട്ടോ. നമുക്ക് ചില മാത്രമേ വെളിപ്പെട്ട് കിട്ടിയുള്ളൂ. അതിന്റെ 1-2 കൃപാവരങ്ങൾ. ശുശ്രൂഷയെങ്കിൽ ശുശ്രൂഷയിൽ ഉപദേശിക്കുന്നവൻ. എങ്കിൽ ഉപദേശത്തിൽ പ്രബോധിപ്പിക്കുന്നവൻ. ടീച്ച് ചെയ്യുന്നവൻ. അതൊരു കൃപാവരമാണ്. ഉപദേശം കൊടുക്കുന്നവൻ. എങ്കിൽ പ്രബോധനത്തിൽ ദാനം ചെയ്യുന്നവൻ. നിൽക്കണേ ഒരു മിനിറ്റ്. എന്താണ് അടുത്ത കൃപാവരം? ചിലർക്ക് ഈ കൃപാവരം കിട്ടിയിട്ടില്ല. ദാനം ചെയ്യുക. ഹെൽപ്പിംഗ്, സെർവിങ്. ചിലർക്ക് ഈ കൃപാവരത്തിൽ വേണ്ട. ബാക്കിയുള്ള എല്ലാ കൃപാവരമുണ്ട്. ഈ കൃപാവരത്തിലേക്ക് അവർ എന്ത് ചെയ്തിട്ടില്ല, എത്തിയിട്ടില്ല. ഇന്ന് രാത്രി ഞാൻ പറയാം, കൊടുക്കാൻ കഴിയുമെങ്കിൽ കൊടുത്തോണം, വിതയ്ക്കാൻ കഴിയുമെങ്കിൽ വിതച്ചോണം. ഈ കൃപാവരങ്ങൾ എന്ന് പറയുമ്പം ഇതിലെല്ലാം പെടും. ഇനി താഴോട്ട് വായിച്ചു ആൻറ്റി. 7-8 വാക്യങ്ങൾ. പ്രബോധനത്തിൽ ദാനം ചെയ്യുന്നവൻ. ഏകാഗ്രതയോടെ ഭരിക്കുന്നവൻ. ലീഡർഷിപ്പ് ഏറ്റവും അതിപ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ലീഡർഷിപ്പ്. ഉത്സാഹത്തോടെ കരുണ ചെയ്യുന്നവൻ. അടുത്തിരിക്കുന്ന സഹോദരനെ വ്യക്തമായി മനസ്സിലാക്കുന്നവൻ. വ്യക്തമായി മനസ്സിലാക്കുന്നത്. ഇതൊക്കെ കൃപാവരങ്ങളിൽ പെടുന്ന. ഇനി ഞാൻ വായിക്കുന്നില്ല, സമയത്തിന്റെ കുറവ് പോലെ ഞാൻ പറഞ്ഞു വിടാം. എഫീസ്യ ലേഖനത്തിലേക്ക് വായിക്കുമ്പോൾ ഒരു ഡെസിഗ്നേഷൻ, സല്യൂട്ടേഷൻ കൊടുക്കുക. അപ്പോസ്തലൻ, പ്രവാചകൻ,
ഇവാഞ്ചലിസ്റ്റ്, സുവിശേഷകൻ, ഇടയൻ, ടീച്ചർ, അങ്ങനെ എല്ലാം പറഞ്ഞൊരു അടുത്തൊരു റെലം ഓപ്പൺ ആകുന്നുണ്ട് പൗലോസ്. ഇനി ഈ 1 കൊരിന്ത്യർ 12-ാം അധ്യായത്തിൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്ന ഒരു കൃപാവരം കൊടുത്തിട്ടുണ്ട്, ഒരു സ്പിരിച്വൽ ഗിഫ്റ്റ്, അഡ്മിനിസ്ട്രേഷൻ. ആമേൻ. അപ്പൊ ഇത്രയും കൃപാവരങ്ങളിൽ കുറവില്ലാത്തവരായി തീരണമെന്നാണ് പൗലോസ് പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, 2025 അവസാനത്തെ ഭാഗത്തിൽ പരിശുദ്ധാത്മ നിയോഗത്തോടെ ഞാൻ പറയാം, നീ കൃപാവരങ്ങൾ കുറവില്ലാത്തവരായി തീരാൻ തയ്യാറാണെങ്കിൽ ഈ കാലഘട്ടത്തിൽ നിന്നെ ദൈവത്തിന് ആവശ്യമുണ്ട്. ഈ കാലഘട്ടത്തിൽ ദൈവത്തിന് നിന്നെ ആവശ്യമുണ്ട്, നിന്നെ ദൈവത്തിന് ഉപയോഗിക്കാറുണ്ട്. ആമേൻ. ഈ എന്തുകൊണ്ടാണ് ഈ കൃപാവരങ്ങൾ കുറവില്ലാത്തവരായി നിൽക്കണമെന്ന് പരിശുദ്ധാത്മാവ് പൗലോസിലൂടെ നമ്മളെ അറിയിക്കുന്നത് എന്ന് ചോദിച്ചാൽ, ആമേൻ, ഒരു കാലഘട്ടത്തിൽ, പഴയ നിയമ കാലഘട്ടത്തിൽ പരിശുദ്ധാത്മാവ് ദൈവം പ്രവർത്തിച്ചത് എങ്ങനെയെന്ന് ചോദിച്ചാൽ ഒരു പർട്ടിക്കുലർ അസൈൻമെന്റിന് വേണ്ടിയാണ് ഓരോ വ്യക്തികളെയും ദൈവം എന്ത് ചെയ്തത്, ഉപയോഗിച്ചത്. ശിംശോനെ ദൈവം ഉപയോഗിച്ചു, ഏലിയാവിനെ ദൈവം ഉപയോഗിച്ചു. ലക്ഷ്യങ്ങൾ നോക്കിയ ഏലിയാവിനെ ദൈവം ഉപയോഗിച്ചത് എന്തിനാ? ഇസബേല്യ മണ്ഡലങ്ങളെ തകർക്കാനാണ് ദൈവം ഏലിയാവിനെ ഉപയോഗിച്ചത്. മോശയെ മുൾപ്പടർപ്പിന്റെ മുൻപിൽ ദൈവം കൊണ്ടുവന്ന് മോശയെ രൂപാന്തരപ്പെടുത്തി ദൈവം പുറത്തു കൊണ്ടുവന്നതിനാ? ആമേൻ. ഫറവോന്യ അടിമത്തത്തിൽ കിടക്കുന്ന ആമേൻ ഇസ്രായേൽ ജനത്തെ വിടുവിച്ച് പുറത്തു കൊണ്ടുവരാനാണ് മോശയെ ദൈവം ഉപയോഗിച്ചത്. ഒരു പ്രത്യേക ടാസ്കിന് വേണ്ടി, പ്രത്യേക അസൈൻമെന്റിന് വേണ്ടി ദൈവം ഒരു കാലഘട്ടത്തിൽ ഉപയോഗിച്ചപ്പോൾ, ഓരോ വ്യക്തികളെ ഉപയോഗിച്ചപ്പോൾ, എന്നാൽ ഈ കാലഘട്ടത്തിൽ ദൈവം അവൻ ഒരു വ്യക്തിയല്ല ഉപയോഗിക്കുന്നത്. അവൻ ഒരു വ്യക്തിയെ മാത്രമല്ല ദൈവം ഉപയോഗിക്കുന്നത്, എന്നെയും നിന്നെയും ഒരുപോലെ എല്ലാ മേഖലകളിലും ഉപയോഗിക്കാനാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ആമേൻ. ഇന്ന് രാത്രിയിൽ ദൈവം പറയുന്നൊരു കാര്യമുണ്ട്. കർത്താവ് യേശു ക്രിസ്തു ഈ ഭൂമിയിൽ നിന്ന് പോകുന്നതിന് മുമ്പ് അവൻ പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സ്റ്റേറ്റ്മെന്റ് ബീനാൻഡി, ഞാൻ ചെയ്തതിലും അധികം നിങ്ങൾ ചെയ്യും. ആമേൻ. ഇന്ന് രാത്രിയിൽ ഇതിന്റെ അകത്തിരിക്കുന്നവരോട് പറയാം, ആമേൻ, ദൈവത്തിന് നിന്നിലൂടെ പ്രവർത്തിപ്പാൻ, ദൈവത്തിന് നിന്നിലൂടെ ആമേൻ അത്ഭുത വീര്യ പ്രവർത്തികൾ ചെയ്യുവാൻ, ദൈവിക അടയാളങ്ങളും ദൈവിക പ്രവർത്തികളും ഇനിയും നിന്നിലൂടെ ചെയ്യുവാൻ ഇനിയും ദൈവത്തിന് നിന്നെ ആവശ്യമുണ്ട്. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ആമേൻ. ഇന്ന് രാത്രിയിൽ ആത്മാവിൽ ഒരു ദൂത് ഞാൻ നിങ്ങളോട് കൈമാറാം. ഇന്ന് രാത്രി ഇതിന്റെ അകത്തിരിക്കുന്നവരോട് ആത്മാവിലാ പറയുന്നത്, ഒരു തലമുറയിൽ ഒരു പ്രത്യേക അസൈൻമെന്റിന് വേണ്ടി ദൈവം ഓരോ വ്യക്തികളെ തിരഞ്ഞെടുത്തപ്പോൾ, ആമേൻ, ഇന്ന് രാത്രിയിൽ ഞാൻ ദൈവിക പരിശുദ്ധാത്മാവിൽ നിന്നുകൊണ്ട്, ആമേൻ, ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിൽ നിന്നുകൊണ്ട് ഒരു ദൈവിക ദൂതും കൂടെ ഞാൻ കൈമാറാം. ആമേൻ. ഇത് ഒരു പ്രത്യേക അസൈൻമെന്റിന് വേണ്ടി ഉള്ളതല്ല. ആമേൻ. അന്ത്യകാലത്ത് ഞാൻ സകല ജനത്തിന്മേലും എന്റെ ആത്മാവിനെ പകരും. ആമേൻ. ഒരു വ്യക്തിക്ക് വേണ്ടി മാത്രമുള്ള, ആമേൻ, ഒരു അസൈൻമെന്റിന് വേണ്ടി മാത്രമുള്ളതല്ല ഇത്. എന്തിനു വേണ്ടി? ആത്മാവിൽ കുറവില്ലാത്തവരെ തീരണമെന്ന് പറയുന്നത്. ആമേൻ. ഒരു നിത്യത നിനക്ക് വേണ്ടി ഒരുക്കുന്നുണ്ട്. ആമേൻ. എനിക്ക് നിന്നെ ആവശ്യമുണ്ട്. ആമേൻ. എന്തിനാ? എഫേസ്യ ലേഖനം 4-ാം അധ്യായം അതിന്റെ 12-ാം വാക്യം ഇങ്ങനെ വായിക്കുന്നു, സഭയെ അവൻ എക്വിപ്പ് ചെയ്യാൻ, ആത്മാക്കളെ പുറത്തു കൊണ്ടുവരുവാൻ. യോഹന്നാൻ എഴുതിയ സുവിശേഷം 16-ാം അധ്യായം അതിന്റെ 14-ാമത്തെ വാക്യത്തിൽ ക്രിസ്തുവിനെ വെളിപ്പെടുത്താൻ. എന്തിനാ നിന്നിൽ കൃപാവരങ്ങളെ ജ്വലിപ്പിക്കേണ്ടത്? അവൻ ക്രിസ്തുവിനെ നിന്നിലൂടെ റിവീൽ ചെയ്യിപ്പിക്കാൻ. ആമേൻ. മർക്കോസ് എഴുതിയ സുവിശേഷം 16-ാം അധ്യായം 17 മുതൽ 20 വരെയുള്ള വാക്യങ്ങളിൽ നമുക്ക് ഇങ്ങനെ കാണുവാൻ കഴിയും, ദൈവത്തിന്റെ സുവിശേഷത്തെ അവൻ ശക്തിയോടെ കൈമാറാൻ. ആമേൻ. ആമേൻ. ദൈവസഭ യൂണിറ്റി കൊണ്ടുവരാൻ ഈ കാലഘട്ടത്തിൽ ദൈവത്തിന് കൃപാവരങ്ങളെ നിങ്ങളുടെ ഇടയിൽ ജ്വലിപ്പിച്ച മതിയാകത്തുള്ളൂ. ഇന്ന് രാത്രിയിൽ ആമേൻ, എന്റെ വചനത്തിൽ ഞാൻ പറഞ്ഞ ദൈവിക ശബ്ദത്തിന് ദൈവനോട് നൽകിയ ദൈവിക ദൂതന്റെ അവസാന കൺക്ലൂഷനിലേക്ക് വരുവാൻ ആഗ്രഹിക്കുകയാണ്. ഇന്ന് രാത്രി ഞാൻ ഒരു തീ കഷ്ണം പോലെ നിങ്ങളുടെ ഹൃദയത്തിലേക്ക് ഞാൻ കോരിയിടുകയാണ്. ഇന്ന് രാത്രി നീ പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥന, നിന്റെ വിഷയങ്ങൾ എന്തുവായിക്കൊള്ളട്ടെ, ഇന്ന് രാത്രി നീ പ്രാർത്ഥിക്കുക, കർത്താവേ,
കർത്താവെ കൃപാവരങ്ങൾ കുറവില്ലാത്തവരായി തീരാൻ ഇന്ന് രാത്രി ഈ 17ാമത്തെ രാത്രി ഞാൻ കൊതിക്കുക. ആമേൻ, എനിക്ക് കൃപാവരങ്ങളിൽ ഞാൻ ജ്വലിക്കണം. ആദ്യ നൂറ്റാണ്ടിലെ അനുഭവം പോലെ എന്റെ ജീവിതത്തിൽ ആത്മാവിന്റെ അടുത്ത തലങ്ങളിലേക്ക് കയറാൻ കഴിഞ്ഞ കാലങ്ങളിൽ ആമേൻ രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു, ആമേൻ ഏതൊക്കെയോ കാത്തിരിപ്പ് യോഗത്തിൽ നീ പ്രാപിച്ചെടുത്ത അഭിഷേകത്തിന്റെ തലം പോരാ, അന്യഭാഷയുടെ പദങ്ങൾ പോരാ, അടുത്ത ഭാഷയുടെ ഫലങ്ങളിലേക്ക് ഇന്ന് രാത്രിയിൽ കയറ്റിവിടണമേ എന്ന് നീ ആത്മാവിൽ പ്രാർത്ഥിക്കാൻ തയ്യാറാണെങ്കിൽ അവൻ നിന്നിലൂടെ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുക തന്നെ ചെയ്യും. ആമേൻ. ഇന്ന് രാത്രി ഞാൻ ദൈവസ്നേഹത്തിൽ പറയാം. ആമേൻ, നീ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനാ വിഷയങ്ങൾ ഒന്ന് മാറ്റിവെക്ക. ആമേൻ, നിന്റെ തലമുറകൾക്ക് വേണ്ടി നീ കരയേണ്ടെന്നല്ല പറയുന്നത്. ആമേൻ, ഞാൻ പലപ്പോഴും ഈ പ്ലാറ്റ്ഫോമിൽ പറഞ്ഞിട്ടുണ്ട് തലമുറകൾക്ക് വേണ്ടി കരയാൻ. ആമേൻ, ഇന്ന് നിന്റെ പ്രാർത്ഥന ഒന്ന് തിരിക്കുക. ആമേൻ, നിന്റെ തലമുറയെ UK വിടാൻ പ്രാർത്ഥിച്ചോ നീ, നല്ലതാ. പക്ഷെ ഇന്ന് രാത്രി നീ പ്രാർത്ഥിക്കുക, എന്റെ തലമുറകൾ കൃപാവരങ്ങളിൽ ജ്വലിക്കപ്പെടണം. അവൻ അവർ ആത്മാവിൽ നിറഞ്ഞ് ദൈവത്തെ ആരാധിക്കണം. അവൻ സഭയ്ക്കകത്ത് ആത്മാവിന്റെ വരങ്ങളെ പ്രാപിച്ച് സഭ ഐക്യമായി ദൈവത്തെ ആരാധിക്കണം. എന്നിട്ട് പറയുന്നു, സഭയെ വിട കുടുംബത്തിന്റെ അകത്ത്, കുടുംബത്തിന്റെ അന്തരീക്ഷത്തിൽ ഈ ഫലം ഒന്ന് വെളിപ്പെടണം. നീ ഒന്ന് ആത്മാവിൽ പ്രാർത്ഥിക്കാൻ കഴിയുമെങ്കിൽ ഇന്ന് രാത്രി നീ പ്രാർത്ഥിച്ചു തുടങ്ങുക. ഇന്ന് രാത്രി ദൈവത്തിന്റെ കരം നിനക്ക് വേണ്ടി വെളിപ്പെട്ടു വരും. ആമേൻ. പൗലോസ് പറയുന്ന പദം ഇങ്ങനെയാണ്, ഒരു കൃപാവരങ്ങളിലും ഒരു ആത്മീക വരങ്ങളിലും കുറവില്ലാത്തവരായി തീരാൻ. പൗലോസിന്റെ ഹൃദയത്തിലെ ആഗ്രഹമാ, ഒരു അപ്പന്റെ ഹൃദയത്തിലെ ആഗ്രഹമാ. ഒരു അപ്പന്റെ ഹൃദയത്തിലെ ആഗ്രഹം പുറത്തു വരിക. ആമേൻ. അപ്പന്റെ ആഗ്രഹം ഇതാ, മക്കളെ നിങ്ങൾ കൃപാവരങ്ങളിൽ കുറവില്ലാത്തവരാകരുത്. ഇന്ന് രാത്രി ഒരു വലിയ ദാഹത്തോടെ, ആത്മീക ദാഹത്തോടെ ഞാൻ നിങ്ങളോട് പറയാ, എന്റെ പൊന്നു ദൈവമക്കളെ, അവൻ നമുക്ക് കൃപാവരങ്ങളിൽ ജ്വലിക്കാം. അവൻ ഒന്നിനും കുറവില്ലാതെ. അവൻ നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട്, കർത്താവേ എനിക്ക് കാർ വേണം, നല്ലതാ. അവൻ എനിക്ക് നല്ല വീട് വേണം, നല്ലതാ. ഈ ഭൂമിയിൽ അവൻ മാന്യമായി ജീവിക്കണം, മാന്യമായി വസ്ത്രം വേണം. എന്നാൽ ഇന്ന് രാത്രി ഒരു പ്രാർത്ഥന നിന്റെ നാവിൽ നിന്ന് ഉയരണം, കർത്താവേ എന്നെ കൃപാവരങ്ങളിൽ ഒന്ന് ജ്വലിപ്പിക്കണം. പ്രൈസ് ദി ലോർഡ്. ആമേൻ. പൗലോസിനോട് ചോദിച്ച, പൗലോസേ എന്താ പൗലോസിന് പറയാനുള്ളത്? പൗലോസ് പറയും, എന്റെ ജീവിതത്തിൽ എനിക്ക് മറ്റൊന്നും ഞാൻ നോക്കുന്നില്ല, എനിക്ക് എന്റെ ദൈവം, എന്റെ ക്രിസ്തു, ആമേൻ, ഞാൻ മറ്റൊന്നിനെ ഞാൻ നോക്കുന്നില്ല. എനിക്ക് ലാഭമായിരിക്കുന്നതൊക്കെ ക്രിസ്തു നിമിത്തം ഛേദമെന്നുണ്ടെങ്കിൽ ഇന്ന് രാത്രി നീ തിരിയ ആ ക്രിസ്തുവിലേക്ക് നിന്റെ കണ്ണൊന്ന് മാറ്റ. ആമേൻ. നിന്റെ ഫോക്കസ് ആ ക്രിസ്തുവിലേക്ക് ഒന്ന് തിരിക്കുക. ക്രിസ്തുവേ, ആമേൻ, ഇന്ന് രാത്രി ഞാൻ നിന്നിലേക്ക്, ആമേൻ, ആ ക്രൂശിന്റെ മറവിലേക്കൊന്ന് കടന്നു വരികയാ. ആമേൻ. ഇന്ന് രാത്രി ഞാനൊന്ന് മടങ്ങി വരികയാ. ആമേൻ. ഇന്ന് രാത്രി ഞാൻ ആത്മാവിൽ ദൂത് പറയാം. ആമേൻ. നീ മടങ്ങി വരാൻ തയ്യാറാണെങ്കിൽ ആത്മാവിൽ നിന്നെ നിറയ്ക്കാൻ, ആമേൻ, ആത്മാവിൽ ദൈവം നിന്നെ നിറയ്ക്കാൻ തയ്യാറാണ്. ഉദാരമന ഹദരബലബ ശബരാദിയാർദന. ആമേൻ. ഏത് മേഖലകളിൽ ചില മേഖലകളിൽ നീ തളർന്നു പോയേക്കാം. ചില മേഖലകളിൽ നീ തകർന്നു പോയേക്കാം. പലപ്പോഴും നീ സഞ്ചരിച്ച പാതയിലൂടെ വിപരീതമായി നീ കടന്നുപോയ സാഹചര്യങ്ങൾ നിനക്കുണ്ടായേക്കാം. ഇന്ന് രാത്രി മടങ്ങി വാ. ഇന്ന് രാത്രി നീ മടങ്ങി വാ. ഈ രാത്രിയിൽ ഞാൻ ആത്മാവിൽ ദൂത് പറയും, നീ മടങ്ങി വാ. പത്രോസിനോട് ചോദിച്ചേ, പത്രോസ് എന്താ പത്രോസിന് പറയാനുള്ളത്? പത്രോസ് പറയുന്ന ഒരു അനുഭവ സാക്ഷ്യം പത്രോസിനുണ്ട്. ഏതൊക്കെയോ വഴിവക്കത്ത് വെച്ച് എന്നെ വിളിച്ചു വേർതിരിച്ചു. ആമേൻ. നീ പറയാ, ആമേൻ, നീ ആടി ഉലയുന്നവനാണെന്നൊക്കെ പേരുള്ളവരായിരുന്നു. പക്ഷെ എന്നെ ഒരു പാറയാക്കി മാറ്റി. എന്നെ ഉറപ്പുള്ളവനാക്കി മാറ്റി. എന്നാൽ എന്റെ ഏതൊക്കെയോ സാഹചര്യങ്ങളിൽ ഞാൻ ക്രിസ്തുവിനെ, കർത്താവായ യേശു കർത്താവിനെ ഞാൻ അറിയത്തില്ല ആണിയിട്ട് പ്രാഗി അവനെ തള്ളിപ്പറഞ്ഞ മേഖലകൾ എന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. എന്നാൽ ഒരു മാളിക മുറി അവന്റെ മുൻപിൽ വെളിപ്പെടുക. ഇന്ന് രാത്രിയിൽ ഈ 17ാമത്തെ രാത്രി നിന്റെ ഭവനത്തിന്റെ അകത്തൊരു മാളിക മുറി വെളിപ്പെടട്ടെ, ഒരു അപ്പറും വെളിപ്പെടട്ടെ. അപ്പാ ഞാൻ മടങ്ങി വരിക. പത്രോസ് മടങ്ങി വരിക. പത്രോസ് അന്തരീക്ഷത്തിലെ വീഴുക. എന്താ സംഭവിച്ചേ? അവൻ എഴുന്നേറ്റു നിന്നു. പ്രവർത്തികളുടെ പുസ്തകം 2-ാം അധ്യായത്തിൽ പെന്തക്കോസ്ത് നാൾ വന്നപ്പോൾ അവൻ എഴുന്നേറ്റു നിന്നു. 1-ാം അധ്യായത്തിൽ കൂടിയിരിക്കുമ്പോൾ അവൻ എഴുന്നേറ്റു നിന്നു. അവൻ ആത്മാവിൽ ദൈവിക വെളിപ്പാടുകൾ കൈമാറാൻ തുടങ്ങി. ഒറ്റ അധ്യായം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും
അന്ന് രാത്രിയിൽ ഒറ്റ പ്രസംഗം കൊണ്ട് അവൻ ഒറ്റയടിക്ക് റിക്രൂട്ട്മെന്റ്, സഭയുടെ അന്തരീക്ഷം മാറുകയാ. അവൻ ആദിമ സഭ സ്ഥാപിക്കപ്പെട്ടത് ഞാൻ വിശ്വസിക്കുന്ന യെരൂശലേമിലാ. യെരൂശലേമിൽ പെന്തക്കോസ്തിന്റെ ആദ്യത്തെ സഭ അവിടെ ഉയർത്തി നിൽക്കുകയാ. ഇന്ന് രാത്രിയിൽ ഒറ്റ ഒരു വ്യക്തി ഒന്ന് തിരിഞ്ഞാൽ, ഒറ്റ ഒരു വ്യക്തി ക്രിസ്തുവെങ്കിലേക്ക് ഒന്ന് തിരിഞ്ഞാൽ, അവന് വേണ്ടി കൃപാവരങ്ങളുടെ അടുത്ത തലം ഓപ്പണാകും. അവന് വേണ്ടി പരിശുദ്ധാത്മാവ് ഇറങ്ങി വരും. അവന് വേണ്ടി ജനം കാണുക, പരിശുദ്ധാത്മ ഇറങ്ങി വരും. ഇന്ന് രാത്രിയിൽ അല്പനിമിഷം അന്യഭാഷയിൽ പ്രാർത്ഥിക്കാൻ കഴിയുമെങ്കിൽ പ്രാർത്ഥിക്കുക. ദൈവത്തിന്റെ സാധാരണമായ തീ ഇന്ന് രാത്രി നീ ഇരിക്കുന്ന റൂമിൽ വെളിപ്പെട്ട് വരട്ടെ. അല്പനിമിഷം പ്രാർത്ഥിക്കാൻ കഴിയുമെങ്കിൽ പ്രാർത്ഥിച്ചോ. അന്യഭാഷയിൽ പ്രാർത്ഥിക്കാൻ കഴിയുന്നവർ പ്രാർത്ഥിക്കുക. ചില ശരീരങ്ങൾ ഇന്ന് രാത്രിയിൽ പരിശുദ്ധാത്മ മൂടുക. ഒരു ബ്ലാങ്കറ്റ് വീഴുന്നത് പോലെ, ഒരു ബ്ലാങ്കറ്റ് വീഴുന്നത് പോലെ പരിശുദ്ധാത്മ ഇന്ന് രാത്രി നിന്റെ മേൽ ഒരു തീ കോരിയിടട്ടെ. കരങ്ങൾ പൊട്ടി ദൈവത്തെ ആരാധിക്കാൻ കഴിയുമെങ്കിൽ ആരാധിച്ചു തുടങ്ങിക്കോ. നിന്റെ സാഹചര്യത്തെ നീ മറക്ക, നിന്റെ അവസ്ഥയെ നീ മറക്ക. ഇന്ന് രാത്രിയിൽ ആത്മാവിൽ ദൂത് പറയുക, നിനക്ക് വേണ്ടി കൃപാവരങ്ങളെ ജ്വലിപ്പിക്കാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മ ഇറങ്ങി വരിക. നഷ്ടമായി പോയ സംവത്സരങ്ങളെ മടക്കി കൊണ്ടുവരുന്ന ദൈവത്തിന്റെ സാന്നിധ്യം ഇന്ന് രാത്രി നിനക്ക് വേണ്ടി ചലിക്കുക. Amen. Hallelujah. Hallelujah. Praise the Lord. ആമേൻ. ഞാൻ പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാൻ പോവുകയാണ്. പെട്ടെന്ന് എന്റെ ഹൃദയത്തിലേക്ക് ഒരു ദൈവിക ശബ്ദം ഇവിടെ കയറി വരിക. യോവൽ പ്രവാചകന്റെ പുസ്തകം 2-ാം അധ്യായം 1-2 അധ്യായങ്ങൾ വായിക്കുമ്പോൾ വലിയ പ്രതിസന്ധിയാ, വലിയ പ്രയാസമാണ്. 1-ാം അധ്യായവും 2-ാം അധ്യായത്തിന് 1 മുതൽ ഈ 17 വരെയുള്ള വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ കാര്യം മനസ്സിലാകും. വെട്ടിക്കിളിയുടെ ബാധ എല്ലാം നശിപ്പിച്ചു കളയുന്നു, എല്ലാം നശിപ്പിക്കുന്നു. പക്ഷേ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തി വെളിപ്പെടുന്നതിന് തൊട്ട് മുമ്പ് 2-ാം അധ്യായം 28, അതിനുശേഷമോ ഞാൻ സകല ജനത്തിന്മേലും എന്റെ ആത്മാവിനെ പകരും. ആമേൻ. നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും. കൃപാവരങ്ങളുടെ മാനിഫെസ്റ്റേഷൻ അവിടെ സംഭവിക്കുക. 2-ാം അധ്യായത്തിന്റെ 28 മുതൽ താഴോട്ട് വായിക്കുമ്പോൾ പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തി വന്നിട്ട്, ബിജോയ് ബ്രദറെ, ദേവദാസനെ, പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തി വന്നിട്ട് കൃപാവരങ്ങളിലേക്ക് സഭ കയറുക. ദർശനങ്ങളെ കാണുവാൻ, പ്രവചിപ്പാൻ ഒരു കൂട്ടം തയ്യാറാകുമ്പോൾ അതിനു മുമ്പ് ഒരു സംഭവം ഉണ്ടാകുന്നുണ്ട്. നിങ്ങൾ വായിക്കുന്ന 21 മുതൽ താഴോട്ട് വാക്യങ്ങൾ, ദേശമേ ഭയപ്പെടേണ്ട, ഘോഷിച്ചുല്ലസിച്ച് സന്തോഷിക്കുക, യഹോവ വൻ കാര്യങ്ങളെ ചെയ്തിരിക്കുന്നു. പിന്നീട് അതിന്റെ താഴോട്ട് വായിക്കുമ്പോൾ അനുഗ്രഹത്തിന്റെ ഒരു സീസൺ ഓപ്പറേറ്റ് ആകുക, അനുഗ്രഹത്തിന്റെ ദൈവിക പ്രവർത്തിയുടെ സീസൺ ഓപ്പൺ ആകുക. വിടുതലിന്റെ സീസൺ, അത്ഭുതങ്ങളുടെ സീസൺ. ഇന്ന് രാത്രി ഒരു ദൂത് പറയാം. നീ ആത്മാവിൽ ജ്വലിക്കാൻ തയ്യാറാണെങ്കിൽ, നീ കൃപാവരങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തയ്യാറാണെങ്കിൽ, വെട്ടിക്കിളിയുടെ ബാധ കൊണ്ട് നഷ്ടമായി പോയതിന്റെ സംവത്സരങ്ങളെ, സമയങ്ങളെ ദൈവം തിരിച്ചു തരുമെന്ന്. നശിച്ചുപോയ, നഷ്ടമായി പോയതിനെ ദൈവം പുതിയതാക്കി പുതുക്കി തരുമെന്ന വചനത്തിൽ ഞാൻ പഠിച്ചിട്ടുള്ളത്. ഇന്ന് രാത്രി നിന്റെ പ്രാർത്ഥന അങ്ങനെയായി തീരട്ടെ. കർത്താവേ, എന്നെ കൃപാവരങ്ങളിൽ ഒന്ന് ജ്വലിപ്പിക്കണം, എന്നെ കൃപാവരങ്ങളിൽ ഒന്ന് ജ്വലിപ്പിക്കണം. ഒന്ന് പ്രാർത്ഥിച്ചേ. ഇന്ന് രാത്രിയിൽ അങ്ങനെ ഒരു മാനിഫെസ്റ്റേഷൻ ഈ ഉപവാസ പ്രാർത്ഥനയുടെ 17-ാമത്തെ രാത്രിയിൽ പരിശുദ്ധാത്മാവ് ചലിക്കുക. പ്രാർത്ഥിക്കുക. പിതാക്കന്മാർ ഒരുമിച്ചൊന്ന് പ്രാർത്ഥിച്ചേ. കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ നിങ്ങൾ അനുഭവിച്ച ആത്മീക നവോത്ഥാനങ്ങൾ, ആത്മീക വരങ്ങളെ ഈ തലമുറയ്ക്ക് വേണ്ടി കൈമാറേണ്ടതിന് കർത്താവ് ഞങ്ങളെ ഒന്ന് റീചാർജ് ചെയ്യണമേ എന്ന് ഉടനെ മനം ധനം ജനം ധനം വരാതിയാവന. രാത്രി പരിശുദ്ധാത്മ ശക്തമായി ചില വ്യക്തികളെ ചലിക്കുന്നുണ്ട്. ജെസി റെനി, നിന്നിലേക്ക് ശക്തി ഇന്ന് രാത്രി വെളിപ്പെടുന്നുണ്ട്. നീ ഇരിക്കുന്ന രാജ്യത്ത് ദൈവത്തിന്റെ പ്രവൃത്തി നിന്നിലൂടെ വെളിപ്പെടാൻ ഉടനെ മാനം ദാനം ജാനം വൈഡം മാനം ദൂരം ദേനം വൈഡബലന്തല വർദ്ധുലവന്തല വർദ്ധുലവേദം. മിനി വിൽസൺ, ദൈവത്തിന്റെ ദാസി, നിന്നെ മാത്രം അസഹ്യം ചെയ്യുന്ന ചിലത് നിനക്ക് വേണ്ടി രാത്രി വെളിപ്പെട്ടു വരിക. ഉടരമ്മാനം വർദ്ധുലവേദം ദൂരം മാനം വൈരവലന്തല വർദ്ധുലവേദം ദൂരം ബാണം ജാനം ധാര രൂപ രാധാ ധാര ജാന ധാര മാന വൈരവലന്തല വർദ്ധുലവെന്തല വർദ്ധുലവേദല വൈരവലന്തല വർദ്ധുലബന്ധം ജൂരാധാര ധാര മാനാധാര. ആമേൻ. ഓ ഗ്ലോറി ടു ജീസസ്. രാത്രിയിൽ ആമേൻ ഞാനൊന്ന് കൺക്ലൂഡ് ചെയ്യാൻ ആഗ്രഹിക്കുക. എനിക്ക് അറിയാം അസാധാരണമായി ദൈവസാന്നിധ്യം ഇതിന്റെ അകത്ത് ചലിക്കുന്നുണ്ട്. ആമേൻ. ഇത് നിർത്താൻ കഴിയുന്നതല്ല. ഇന്ന് രാത്രി ഞാൻ ഈ ദൂത് നിങ്ങളോട് പറയും.
പറയുമ്പോൾ ഒരു തീ കോരിയിടുന്നത് പോലെ ചില ശരീരങ്ങളിലേക്ക് ദൈവത്തിന്റെ സാന്നിധ്യം വീഴുക. ഓ ജീസസ്, ആമേൻ. ഈ 17 ദിവസം നീ ആത്മാവിൽ പ്രാർത്ഥിച്ചില്ലേ? കർത്താവേ, ഇന്ന് രാത്രി നിന്റെ പ്രാർത്ഥനയുടെ അന്തരീക്ഷം ഒന്ന് മാറ്റ്. ആമേൻ. ഈ 2025 ആമേൻ 11 മാസം, ആമേൻ 11 മാസവും ഏകദേശം 17 ദിവസവും നീ പ്രാർത്ഥിച്ച പ്രാർത്ഥന, ആമേൻ ശകലങ്ങളുടെ പ്രാർത്ഥന രീതികളുടെ ആമേൻ ആ അക്ഷരങ്ങളും വാക്കുകളും പദങ്ങളും നീ മാറ്റ്. ഇന്ന് രാത്രി നിന്റെ അടുത്ത പ്രാർത്ഥന നിന്റെ നാവിൽ നിന്ന് ഉയര്. ആത്മീക വരങ്ങളിൽ എന്നെ ഒന്ന് ആമേൻ ബലപ്പെടുത്തണം കർത്താവേ. കൃപാവരങ്ങൾ കുറവില്ലാത്തവരായി അഭിഷേകത്തിൽ നിൽപ്പാൻ, ഓ അഭിഷേകത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ അടുത്ത തലങ്ങളിലേക്ക് ഇന്ന് രാത്രി കയറ്റി വിടണം കർത്താവേ. ആമേൻ. ഇന്ന് രാത്രി നീ അങ്ങനെ പ്രാർത്ഥിക്കാൻ തയ്യാറാണെങ്കിൽ അതിനുശേഷം ഞാൻ സകല ജഡത്തിന്മേലും എന്റെ ആത്മാവിനെ പകരും. ഏതിനു ശേഷം അവൻ നഷ്ടമായി പോയതിനെ ദൈവം നിനക്ക് മടക്കി തന്നതിന് ശേഷം അവൻ പുതിയ വീഞ്ഞ, പുതിയ വിരുന്ന്, അവൻ പുതിയ വിടുതൽ, അവൻ പുതിയത് പുതിയത് പുതിയത്, അവൻ പുതിയത് നിന്റെ 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 ജീവിതത്തിൽ പുതിയ ധാന്യം, പുതിയ വീഞ്ഞ്, അവൻ പകർച്ചയുടെ അത്ഭുതങ്ങളുടെ അടയാളങ്ങളുടെ വിടുതലുകളുടെ അവൻ ഓ റാഖാസ്മി ഹാനിയാംഭന അത്ഭുതങ്ങളുടെ അനുഗ്രഹത്തിന്റെ കലവറ നിനക്ക് വേണ്ടി തുറന്നു തന്നതിന് ശേഷം രാത്രി നിന്റെ പ്രാർത്ഥന ഒന്ന് മാറ്റി പ്രാർത്ഥിക്കുക. അപ്പാ എന്നെ ഒന്ന് നിറയ്ക്കണം, എന്നെ ഒന്ന് നിറയ്ക്കണം. ഇന്ന് രാത്രി അങ്ങനെ പ്രാർത്ഥിക്കാൻ കഴിയുമെങ്കിൽ അടുത്ത ചില മിനിറ്റുകൾ ഒന്ന് പ്രാർത്ഥിച്ചേ. ദൈവം ഇന്ന് രാത്രി ഇതിന്റെ അകത്ത് ഇറങ്ങി നിൽക്കുക. ഇന്ന് രാത്രി നീ പ്രാർത്ഥിക്കുമ്പോൾ നിന്റെ ശരീരത്തിൽ ജീർണിച്ചു കിടക്കുന്ന ചില അവയവങ്ങളെ ദൈവം പണിയുക. ദൈവം ചിലതിനെ പുതുക്കി അവൻ പുതിയത് വെച്ചു പിടിപ്പിക്കുന്നത് പോലെ. ഓ റബാനഹാദിരിയ. ഡോക്ടർ റീന ഫിലിപ്പ്, നിന്റെ കുടുംബത്തെ ദൈവം റീസ്റ്റോർ ചെയ്യും. നിന്റെ കുടുംബത്തെ ദൈവം റീസ്റ്റോർ ചെയ്യും. അവൻ നടക്കത്തില്ലെന്ന് പറഞ്ഞ് വിധി പറഞ്ഞ ചിലതിനെ ദൈവം അവൻ നിന്റെ ജീവിതത്തിൽ നടക്കത്തില്ല. അവൻ ചാർച്ചക്കാര് തള്ളി, വീട്ടുകാർ തള്ളി, അവൻ ദേശവാസികൾ തള്ളി, അവൻ പലത് പറഞ്ഞ് അവൻ മാറ്റി എഴുതിയ ചിലതിനെ ദൈവം റീറൈറ്റ് ചെയ്യുമെന്ന് ഊടാരാമന ഹതുരവല ദൂതുവെ മാറുക. ഇന്ന് രാത്രി പ്രാർത്ഥിക്കാൻ കഴിയുമെങ്കിൽ പ്രാർത്ഥിച്ചോ. ദൈവം ശക്തമായി ഇന്ന് രാത്രിയിൽ ശക്തമായി ഇടപെടുന്നു. ജെസി സിസ്റ്റർ, ദൈവം നിനക്ക് വേണ്ടി ഇറങ്ങി നിൽക്കുക. ഇന്ന് രാത്രി നീ പ്രാർത്ഥിച്ച പ്രാർത്ഥനയുടെ മറുപടികൾ അവൻ അടുത്ത ലെവലിലേക്ക് നിന്നെ കയറ്റിവിടാതെ തടയുന്ന ചിലതിനെ അവൻ നീ നിൽക്കുന്നു, അധ്വാനിക്കുന്നുണ്ട്. എന്നാൽ അധ്വാനത്തിനനുസരിച്ചോ രാമന ഹതിരി മനാശനാദിയാതന അവൻ നീ രാത്രി മുഴുവനും അധ്വാനിച്ചു. എന്നാൽ ഒന്നുപോലും നിനക്ക് ലഭിക്കാതെ പോകുന്നതിനെ ദൈവം റീസ്റ്റോർ ചെയ്യിപ്പിക്കും. ഒറ്റ വാക്കുകൊണ്ട് അവൻ നിന്റെ ബല മാത്രമല്ല, അവൻ നിന്റെ പടക് മാത്രമല്ല, അരികിലുള്ള മറ്റു പടകുകളും നിറയത്തക്ക നിലവാരത്തിൽ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുന്നു. പ്രാർത്ഥിക്കാൻ കഴിയുന്നവരെല്ലാം പ്രാർത്ഥിച്ചോ. രാത്രി വീടുകൾ സംഭവിക്കുക. ഉപവാസ പ്രാർത്ഥനയുടെ 17ാമത്തെ രാത്രിയിൽ ആത്മാവിൽ കുറവില്ലാത്തവരായി ഒരു കൂട്ടം ഇതിനകത്തുനിന്ന് എഴുന്നേൽക്കട്ടെ. കഴിഞ്ഞ നാളുകളിൽ കൃപാവരങ്ങൾ ജ്വലിച്ചു നിന്നവർ അവൻ പ്രാർത്ഥിച്ച് അപ്പൊ ഏതെങ്കിലും മേഖല നഷ്ടമായി പോയിട്ടുണ്ടെങ്കിൽ ഷൈല ജോഷി എന്ന് പറയുന്ന ഡിവൈസ് ഇരിക്കുന്ന ആന്റിയുടെ മേൽ സാധാരണമായി ദൈവസാന്നിധ്യം രാത്രി മൂടുന്നുണ്ട്. അവൻ എനിക്ക് വ്യക്തമായി തിരിച്ചറിയാം. ഒരു ദൂതൻ ഇറങ്ങി നിൽക്കുന്നത് പോലെ അവൻ നിന്നെ തൊടുക. ദൈവദാസി സഹോദരൻ നിന്നെ തൊടുന്നു. അവൻ ഇതൊരു ഫിസിക്കൽ മീറ്റിംഗ് അല്ല, എനിക്കറിയാം. എന്നാൽ ഫിസിക്കലി തൊടുന്ന ദൈവ സാന്നിധ്യം ചില റൂമുകളിലേക്ക് ഇറങ്ങി നിൽക്കുക. ദൂതൻ ഇറങ്ങി ഷോം എന്ന ഡിവൈസ് ഇരിക്കുന്ന അച്ചായ ആത്മാവിൽ പ്രാർത്ഥിച്ചോ. നിനക്ക് വേണ്ടി ഇന്ന് രാത്രി ഇറങ്ങുന്നു. ഓ, നിന്റെ പ്രാർത്ഥനയുടെ ധനം ഒന്ന് മാറട്ടെ. ഓ ഗ്ലോറി 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 ഗ്ലോറി. സൂസൻ തോമസ് എന്ന് ഡിവൈസിലിരിക്കുന്ന ആന്റിയോട് അവൻ കർത്തദാസി അവൻ പരിശുദ്ധനോട് പറയുന്നു, ദൈവത്തിന് നിന്നെ ആവശ്യമുണ്ട്, നിന്റെ കുടുംബത്തെ ദൈവത്തിന് ആവശ്യമുണ്ട്. ദൈവം ശക്തമായി കുടുംബത്തെ നോക്കി പരിശുദ്ധനോട് പറയുന്നു, ദൈവം ശക്തമായി നിങ്ങൾ ഉപയോഗിപ്പാൻ, നീ ഇരിക്കുന്ന മണ്ണിൽ ദൈവത്തിന് നിന്നെ ഉപയോഗിപ്പാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. Jesus. Oh, Rikamana Hadiri Biribi Shabala Valava. Oh, കർത്താവേ, ഞങ്ങൾ ഒരുമിച്ച് അപ്പരസനിലേക്ക് എടുത്തു വരിക. ഓ
ഓ ജീസസ്, അടുത്ത തലമുറയിലേക്ക് നിയോഗങ്ങളെ കൈമാറാൻ ഈ ഉപവാസ പ്രാർത്ഥനയുടെ 17ാമത്തെ രാത്രിയിൽ ആമേൻ കൃപാവരങ്ങളിൽ ഒന്നിൽ പോലും കുറവില്ലാത്തൊരു തലമുറ പുറത്തു വരട്ടെ. കൃപാവരങ്ങളിൽ ഒന്നിൽ പോലും അമേൻ കുറവില്ലാത്ത ഹല്ലേലൂയ ദൈവ വചനവുമായി നിൽക്കുമ്പോൾ ഒരു വ്യക്തി നിന്റെ അടുത്ത് വന്ന് നിൽക്കുമ്പോൾ ഏത് രീതിയിൽ വേദപുസ്തകം പറയുന്നു, ക്രിസ്തുവിന്റെ വേഷമണിഞ്ഞും ഈ കാലഘട്ടത്തിൽ, ഈ അന്ത്യകാലഘട്ടത്തിൽ നിന്റെ അരികിൽ പലതും കയറി വരും. ഏത് റൈറ്റ് ഏത് റോങ് എന്ന് തിരിച്ചറിയണമെങ്കിൽ ആത്മാവിൽ നീ നിറയണം. കൃപാതലങ്ങളിൽ ഡിസേർണിംഗ് സ്പിരിറ്റ്, വിവേചിച്ചറിയാനുള്ള വരത്തെ നീ പ്രാപിച്ചേ മതിയാകത്തുള്ളൂ. വേർഡ് ഓഫ് വിസ്ഡം, വേർഡ് ഓഫ് നോളജ്. വചനത്തിൽ നിന്ന് പറയുമ്പോൾ ഇത് ശരിയോ എന്ന് തിരിച്ചറിയേണ്ടതിന് ഈ വരം നീ പ്രാപിച്ചേ മതിയാകത്തുള്ളൂ. ഈ കാലഘട്ടത്തിൽ നിന്റെ അരികിൽ വന്ന് നിൽക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിച്ച് വിടുതൽ കൊടുക്കാൻ നിനക്ക് രോഗശാന്തി വരം, ഭൂതശാന്തി വരം, പ്രവചനവരം നീ പ്രാപിച്ചേ മതിയാകത്തുള്ളൂ. ഇന്ന് രാത്രിയിൽ അടുത്ത തലങ്ങളിലേക്ക് കയറാൻ പ്രാർത്ഥനയുടെ വരത്തെ നീ പ്രാപിക്കുക. ദൈവത്തിന് വേണ്ടി നിൽക്കാൻ, ദൈവത്തിന് വേണ്ടി കൊടുപ്പാൻ, ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടാൻ നീ വാഞ്ചിക്കുക. ഇന്ന് രാത്രിയിൽ പ്രാർത്ഥിക്കാൻ കഴിയുന്നവരെല്ലാം പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ കണ്ണുകളെ ദൈവസന്നിധിയിൽ അടയ്ക്കാം. ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവേ, കേൾപ്പിച്ച ദൈവിക ശബ്ദത്തിന് മുമ്പാകെ ഞങ്ങളെ താഴ്ത്തി സമർപ്പിക്കുന്നു. പൗലോസ് പറഞ്ഞതുപോലെ ഒരു കൃപാവരങ്ങളിലും കുറവില്ലാത്തവരായി തീരാൻ ദൈവം ഞങ്ങളെ ബലപ്പെടുത്തണം, ദൈവം ശക്തീകരിക്കണം. മാനവമോഹത്വം അങ്ങേക്കർപ്പിക്കുന്നു. നൽകിയ നല്ല കൂട്ടായ്മയ്ക്ക് നന്ദി. കൃപയാൽ നിറയ്ക്കണം യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ഈ മീറ്റിംഗിലേക്ക് എന്നെ ക്ഷണിച്ച കർത്താവിന്റെ ദാസി കുടുംബത്തോടുള്ള നന്ദി ഈ അവസരത്തിൽ അറിയിക്കുന്നു. കൃപാവരങ്ങൾ കുറവില്ലാത്തവരായി മുന്നേറാം. 2025 കടന്നു പോകുവാൻ മാസങ്ങൾ ഇല്ല, ഇനി ദിവസങ്ങൾ മാത്രം. ഈ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ പ്രാർത്ഥിക്കുക. കർത്താവ് 26 കയറുന്നെങ്കിൽ കൃപാവരങ്ങളിൽ കുറവില്ലാത്തവരായി മുന്നേറുവാൻ ഞങ്ങളെ ഇടയാക്കി തീർക്കണം. എല്ലാവർക്കും പുതുവത്സരാശംസകൾ മുൻകൂടി ഞാൻ അറിയിക്കുന്നു. ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഗാഡ് ബ്ലെസ് യു ആൾ.